സ്വാഗതം ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക്. ആദ്യം അവർ കമ്മ്യൂണിസ്റ്റുകളെ തേടി വന്നു. ഞാനൊന്നും മിണ്ടിയില്ല, കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റ് അല്ലായിരുന്നു. പിന്നീട് അവർ തൊഴിലാളികളെ തേടി വന്നു. ഞാനൊന്നും മിണ്ടിയില്ല, കാരണം ഞാനൊരു തൊഴിലാളി ആയിരുന്നില്ല. പിന്നീട് അവർ ജൂതന്മാരെ തേടി വന്നു. അപ്പോഴും ഞാനൊന്നും മിണ്ടിയില്ല, കാരണം ഞാനൊരു ജൂതനായിരുന്നില്ല. ഒടുവിൽ അവർ എന്നെയും തേടി വന്നു. വിശ്വാസത്തിന്റെയും വികാരത്തിന്റെയും ചരിത്രത്തെ തിരുത്താനുമൊക്കെയുള്ള വ്യഗ്രതയുടെയും ഒക്കെ പേരിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം നിരന്തരം ഇരയാക്കപ്പെടുമ്പോൾ മിണ്ടാതെ നിന്ന് കൈയടിച്ചവർ ഇന്ന് RSS ബോർഡിന്റെ കത്രികയ്ക്കിടയിൽ ഞെരുങ്ങുകയാണ്. സിനിമയെ പേടിക്കുന്നവർ, പാട്ടിനെ പേടിക്കുന്നവർ, എഴുത്തിനെ പേടിക്കുന്നവർ, പേരിനെ വിലക്കുന്നവർ. 30 ദൈവങ്ങളും എണ്ണിയാലൊടുങ്ങാത്ത പര്യായങ്ങളും പേരാകുന്ന നാട്ടിൽ എത്ര പേരിനെ വിലക്കും, എത്ര പേരിനെ വെട്ടും? ആരെങ്കിലും എവിടെയെങ്കിലും ഒരു വരി കുറിച്ചാൽ വ്രണപ്പെടാനായി കാത്തുനിൽക്കുന്ന വികാരം ആരുടെ നിർമ്മിതിയാണ്? JSKയിലെ ജാനകി സീതാദേവിയെങ്കിൽ പട്ടാളം ജാനകിയിലെ ജാനകി ആരായിരുന്നു? അപ്പോൾ ഇവിടെ പ്രശ്നം പേരോ ഭരിക്കുന്നവരുടെ അജണ്ടയോ? പീഡകളും ദുരന്തവും അനുഭവിക്കുന്ന 21-ാം നൂറ്റാണ്ടിലെ സ്ത്രീക്ക് ജാനകി എന്ന് പേരിടുന്നത് ദൈവത്തിന് അപമാനമെങ്കിൽ രാമനിൽ നിന്നേറ്റതിനേക്കാൾ അപമാനം ഇനിയൊരു ജാനകി കേൾക്കാനുണ്ടോ? ഈ വിഷയം ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുമ്പോൾ അതിഥികളായി ചേരുന്നത് ഡോക്ടർ എ സമ്പത്ത് CPIM-ൽ നിന്നും, അഡ്വക്കേറ്റ് C ഷുക്കൂർ, നടൻ, അഭിഭാഷകൻ, ലിബർട്ടി ബഷീർ, നിർമ്മാതാവ്, മിഥുൻ വിജയകുമാർ, വലത് രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ്. ആദ്യം മിഥുനിലേക്ക് പോകുന്നു. മിഥുൻ, കുറച്ചധികം കാലങ്ങളായി RSSന്റെ ചട്ടുകമായി സെൻസർ ബോർഡ് പ്രവർത്തിക്കുന്നത് നമ്മൾ എല്ലാവരും കാണുകയാണ്. പക്ഷേ ഇത് അല്പം കൂടി അതിരുകടന്ന ഒരടിസ്ഥാനവുമില്ലാത്ത വിവാദമായി പോയില്ലേ? മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ രാജാവിനേക്കാൾ വലിയ രാജഭക്തി എന്തിനാണ് സെൻസർ ബോർഡിന്? തീർച്ചയായും ഇതൊരു അനാവശ്യ വിവാദമായിട്ട് തന്നെയാണ് ഞാൻ ഇതിനെ കാണുന്നത്. കാരണം ഇതിലിപ്പോൾ ഒരു പക്ഷേ ശ്രീരാമൻ പോലും ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ശ്രീരാമന് പോലും ബുദ്ധിമുട്ടുണ്ടാവാത്ത കാര്യങ്ങളായിരിക്കും ഒരു പക്ഷേ. ബട്ട് എന്തുകൊണ്ടാണ് സെൻസർ ബോർഡിന് ഈ വിഷയത്തിൽ ഇത്ര വലിയ ഇഷ്യൂ ആയതെന്ന് നമുക്ക് ശരിക്കും അറിയില്ല. കാരണം ഹിന്ദു സെൻറ്റിമെൻറ്റ് എന്ന് പറയുന്നത് സെൻസർ ബോർഡിൻ്റെ ചെയർമാൻ കരുതുന്ന പോലെ അത്ര ഫ്രജൈൽ ആയിട്ടുള്ളൊരു സെൻറ്റിമെൻ്റ് അല്ല. കാരണം ഈ പറഞ്ഞ പോലെ ഇന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ എന്താ പറയുക, സീതാ ഗീത, രാം ലഖൻ, പിന്നെ രാം തേരി ഗംഗാമേലി, അങ്ങനെയുള്ള സിനിമകളൊക്കെ ഉണ്ടായിട്ടുള്ള രാജ്യമാണിത്. അപ്പോൾ അവിടെ ഒരു പേരിനെ ചൊല്ലി മാത്രമല്ല, ഇന്ത്യയിലെ ഏതൊരു പേരെടുത്ത് നോക്കുകയാണെങ്കിലും ഒരു ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ ഒരുവിധപ്പെട്ട പേരുകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന് ഏതെങ്കിലുമൊക്കെ ദേവീദേവതമാരായിട്ടൊക്കെ ബന്ധമുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ സെൻസിറ്റിവിറ്റി തേടി പോവുകയാണെങ്കിൽ സിനിമകളെ റിലീസ് ചെയ്യാൻ പറ്റില്ല, ക്രിയേറ്റീവ് ഫ്രീഡം പൂർണ്ണമായിട്ടും നിഷേധിക്കപ്പെടും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല, നമ്മൾ എത്രയോ ഇങ്ങനത്തെ എന്താ പറയുക ക്രിയേറ്റീവ് വർക്ക്സ് കണ്ടിട്ടുണ്ട്. അത് സിനിമയിൽ മാത്രമല്ല, ഇപ്പം ഒരു പക്ഷേ മാൽഗുഡി ഡേയ്സിലൊക്കെ ഈ എന്താ പറയുക ഈ ഗോഡ് ആൻഡ് ദ കോബ്ലർ എന്നൊരു ഞാനൊരു കഥ വായിക്കായിരുന്നു. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ ശിവൻ ഒരു ഹിപ്പിയുടെ വേഷത്തിൽ വരുന്നു. ഒരു ഹിപ്പിയെ കാണുമ്പോൾ, ഒരു വെസ്റ്റേൺ ഹിപ്പിയെ കാണുമ്പം അത് ശിവനാണോ എന്നൊക്കെ തെറ്റിദ്ധരിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഒഫൻഡ് ആവാൻ ഒരുപാട് കാരണങ്ങൾ പണ്ട് മുതൽക്കേ അങ്ങനെ നോക്കി പോവുകയാണെങ്കിൽ എത്രയോ ഉണ്ട്. അപ്പോൾ അതിലൊന്നും തോന്നാത്തൊരു ഹിന്ദു സെൻറ്റിമെൻറ്റ്, അന്നൊന്നും വ്രണപ്പെടാത്ത ഹിന്ദു സെൻറ്റിമെൻറ്റ് വ്രണപ്പെടുമെന്ന് ഇദ്ദേഹം മുൻകൂട്ടി ധരിച്ചുകൊണ്ട് ഇവിടെ ഒരു ഹിന്ദു സെൻറ്റിമെൻറ്റിൻ്റെ കാവലാളായി മാറേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അത് CBFCയുടെ ചെയർമാൻ തന്നെ വ്യക്തമാക്കണം എന്തുകൊണ്ടാണെന്നുള്ളത്. കോടതിയോട് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ഈ പേര് അതായത് ഇപ്പോൾ മിഥുൻ പറഞ്ഞതുപോലെ കുറച്ചധികം ചിത്രങ്ങളുടെ പേര് മിഥുൻ തന്നെ പറഞ്ഞു. ഈ പേര് ജാനകി എന്ന പേര് മുൻപും മലയാളത്തിൽ ഒരുപാട് സിനിമകൾക്കും കഥാപാത്രങ്ങൾക്കും ഒക്കെയും ഉപയോഗിച്ചിട്ടുള്ള പേരുമാണ്. അപ്പോൾ നോക്കൂ, ഈ പശ്ചാത്തലത്തിൽ ഇപ്പോൾ മാത്രമാണ് ഇതൊരു പ്രശ്നമാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, രാജാവിനേക്കാൾ വലിയ രാജഭക്തി സെൻസർ ബോർഡിന് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത്. ഇതൊരു തുടർച്ചയാണല്ലോ മിഥുൻ. കുറച്ചു കാലങ്ങളായി നമ്മൾ ഇതേ കാഴ്ചയാണ് കാണുന്നത്. ഒന്നാമത്തെ കാര്യം, ഇത് 13A സർട്ടിഫിക്കറ്റ് ഇവിടുത്തെ റീജിയണൽ ഓഫീസറിന് നൽകിയതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നിട്ട് മുംബൈയിൽ ചെല്ലുമ്പോഴാണ് ഈ ഒരു ഇഷ്യൂ ഉണ്ടാവുന്നത്. അപ്പം സെൻസർ ബോർഡിൻ്റെ തന്നെ ഒരു ഭാഗത്തുനിന്ന് ക്ലാരിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് മെയിൻ ഓഫീസിലേക്ക് എത്തിക്കഴിയുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണെന്നുള്ളത് അവിടെ തന്നെ ക്ലാരിഫിക്കേഷൻ വരേണ്ടതാണ്. കാരണം സെൻസർ ബോർഡിന് തന്നെ 2 തീരുമാനങ്ങളാണോ എന്നുള്ളത് അറിയണം. ഒന്ന്, CBFC എന്ന് പറയുന്നതൊരു സ്റ്റാറ്റ്യൂട്ടറി തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ്, ഒരു ആർബിട്രറി തീരുമാനമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് സെൻസർ ബോർഡ് ചെയർമാൻ തന്നെ വ്യക്തമാക്കണം. കാരണം സെൻസർ ബോർഡിന് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഒരു തീരുമാനമെടുക്കണമെങ്കിൽ അത് സ്റ്റാറ്റ്യൂട്ട് പാലിച്ചുകൊണ്ട്, നിയമം പാലിച്ചുകൊണ്ട്, ഈ പറഞ്ഞ പോലെ സിനിമാറ്റോഗ്രാഫ് നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് മാത്രമേ ഇങ്ങനെയുള്ള
കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ പറ്റുള്ളൂ. അത് പേര് മാറ്റണമെങ്കിൽ അതിന് ഏത് നിയമമാണ് അത് ലംഘിക്കുന്നത്, അവിടെ എന്തെങ്കിലും ഒരു പ്രൊവോക്കേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ മതസ്പർദ്ധ ഉളവാക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഈ എന്താ പറയുക മിസ്യൂസ് ഓഫ് പ്രൊട്ടക്റ്റഡ് സിമ്പിൾസ്, അങ്ങനെ അതിനൊരു ലിസ്റ്റ് ഓഫ് നിയമങ്ങളുണ്ട്. ഡീസൻസി, മൊറാലിറ്റി, ഇതിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എന്തെങ്കിലും ഭാഗങ്ങൾ അതിലുണ്ടോ? അപ്പോഴൊക്കെ ഈ പറഞ്ഞ പോലെ CBFCക്ക് അവിടെ ഒരു നെയിം ചേഞ്ച് ഒക്കെ പ്രപ്പോസ് ചെയ്യാൻ പറ്റുള്ളൂ. മാത്രമല്ല ശ്യാം ബെനഗൽ കമ്മിറ്റിയാണ് ഇതിൽ ബേസിക്കലി ഒരു നല്ലൊരു എന്താ പറയുക, ഇതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എങ്ങനെ വേണം CBFC റെഗുലേറ്റ് ചെയ്യുക എന്നതിനെക്കുറിച്ചൊക്കെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ടൊക്കെ കൊടുത്തത്. അതിലൊന്നും തന്നെ ഈ CBFCക്ക് ഇത്ര ഒരു എന്താ പറയുക ഒരു കംപ്ലീറ്റ് അതോറിറ്റി കൊടുക്കുന്നില്ല ഒരു സിനിമയുടെ പേര് മാറ്റാനോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ചേഞ്ചസ് വരുത്താനോ. അവർക്ക് റെഗുലേറ്ററി പരിധിയിൽ നിന്നുകൊണ്ട് പല കാര്യങ്ങളും പ്രപ്പോസ് ചെയ്യാമെന്നല്ലാതെ ഒരു അളവിൽ കവിഞ്ഞ് എന്താ പറയുക ഈ പറഞ്ഞ പോലെ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാനൊന്നും CBFCക്ക് സാധിക്കില്ല. അപ്പോൾ എന്തുകൊണ്ട് ചെയ്തു എന്ന കാര്യം CBFC തന്നെ വ്യക്തമാക്കണം. മാത്രമല്ല ഇതിനൊരു അനാവശ്യമായിട്ടുള്ള ഹിന്ദു ടാഗ് കൊടുക്കുക അല്ലെങ്കിൽ ഈ രാജ്യത്തൊരു എക്സ്ട്രീം ഫോം ഓഫ് ഹിന്ദുയിസം നടപ്പിലാക്കപ്പെടുന്നു എന്നതിൻ്റെ ഒരു കാറ്റഗറിയിലേക്കൊന്നും നമ്മളിതിനെ ഉൾപ്പെടുത്തി കാണേണ്ടതായിട്ടില്ല. ഇത് CBFCൻ്റെ ചെയർമാൻ തന്നെ വ്യക്തത വരുത്തേണ്ടതാണ്. കാരണം ഇതിൽ ഒരുപക്ഷെ ഒരു എന്താ പറയുക പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിൻ്റെ റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ആളുകൾക്ക് പോലും ഇതിനോട് എതിർപ്പുണ്ട്. അപ്പോൾ ഇതൊരു അജണ്ടയോ ഒരു പൊളിറ്റിക്കൽ അജണ്ടയോ നടപ്പിലാക്കപ്പെടുന്നതല്ല. ശരി, ഞാൻ മടങ്ങി വരാം. ലിബർട്ടി ബഷീർ, ഇന്നിപ്പോൾ വലിയ പ്രതിഷേധം സിനിമാ സംഘടനകളുടെയൊക്കെ ഭാഗത്തു നിന്ന് കണ്ടു. നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, ഒരു ചിത്രം മുഴുവൻ ചിത്രീകരണം പൂർത്തിയാക്കി തിയേറ്ററിലേക്ക് വരാനിരിക്കുന്നതിൻ്റെ ദിവസങ്ങൾക്ക് മുൻപ് ഇങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇന്നിപ്പോൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തവരൊക്കെയും ആവർത്തിക്കുന്നുണ്ടായിരുന്നു. ഇതൊരു കേന്ദ്രമന്ത്രിയുടെ ചിത്രമായതുകൊണ്ടല്ല ഞങ്ങൾ ഈ പ്രതിഷേധിക്കുന്നത്, ഇതിനൊരു തുടർച്ച ഉണ്ടാകും, ഏതൊരു സിനിമയ്ക്കും ഈ നിലയിലുള്ള ഐക്യപ്പെടൽ ഉണ്ടാകും എന്നുള്ളത്. ഈ അടുത്ത ദിവസങ്ങളായി അടുത്ത കാലങ്ങളായി മലയാള സിനിമ വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. സെൻസർ ബോർഡിന്റെ ഇടപെടൽ മുൻപും വലിയ വെല്ലുവിളി ഉയർത്തിയിട്ടുമുണ്ട്. അപ്പോൾ ഇനിയുള്ള വിഷയങ്ങളിൽ സിനിമാ സംഘടനകൾ ഒരേ മനസ്സോടെ നിന്ന് പ്രതിഷേധിക്കാനും നേരിടാനുമാണോ തീരുമാനം? തീർച്ചയായും അർഷിത, ഞാൻ 3 വർഷം ഈ സെൻസർ ബോർഡ് മെമ്പറായിട്ടിരുന്ന വ്യക്തിയാണ്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് എമ്പുരാൻ രണ്ടാമത്തെ പടം ഈ പുതിയ ജാനകിക്കുട്ടി, ഈ ജാനകിക്കുട്ടി എന്ന് പറഞ്ഞാൽ എത്രയോ നേരത്തെ ഇതെന്ന് പറഞ്ഞ പോലെ എത്രയോ പടങ്ങൾക്ക് തുടക്കം എൻ്റെ ജാനകിക്കുട്ടി അങ്ങനെ പല പേരുകളിലും ജാനകി സിനിമയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഈ 2 കാര്യത്തിലും എന്തോ പ്രത്യേക താല്പര്യം ആർക്കും ഉള്ള മാതിരി എനിക്ക് തോന്നുന്നു. കാരണം സെൻസർ ചെയ്ത ഒരു പടം, സെൻസർ ബോർഡ് തിരുവനന്തപുരം നിന്ന് സെൻസർ ചെയ്ത ഒരു പടം, പിന്നെ അവിടുന്ന് റിവേഴ്സിംഗ് കമ്മിറ്റിക്ക് പോകാൻ തന്നെ എനിക്ക് അതിശയോക്തി തോന്നുന്നു. ഒരിക്കലും അവിടുന്ന് സെൻസർ ചെയ്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കുക, പിന്നെ പടം തിയേറ്റർ കളിക്കുക എന്നുണ്ട്. ഒരു പേര് മാറ്റാൻ വേണ്ടി എൻ്റെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒരു 10-40 വർഷത്തിൻ്റെ ആദ്യമായിട്ടാണ് ഒരു പേര് മാറ്റണം എന്ന് പറഞ്ഞിട്ട് ഒരു ഇഷ്യൂ വരുന്നത്. സാധാരണ പടം കണ്ടിട്ട് ഏതെങ്കിലും ഭാഗങ്ങൾ മോശം ഉണ്ടെങ്കിൽ ആർക്കും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ റിവേഴ്സ് കമ്മിറ്റി സെൻസർ ചെയ്ത് തന്നെ പോകണം, സെൻസർ ബോർഡ് അയക്കണം. തിരുവനന്തപുരം ബോർഡ് അഡ്വൈസറി കമ്മിറ്റി റിവേഴ്സ് കമ്മിറ്റിക്ക് അയച്ചാൽ മാത്രമാണ് അത് തടയപ്പെടാൻ പാടുള്ളൂ. ഇത് നേരത്തെ പറഞ്ഞ പോലെ സെൻസർ മെമ്പേഴ്സ് പടം കണ്ട് 6 പേരുണ്ടാവും, 4 മെമ്പേഴ്സും ഓഫീസറും വേറെ ആളുണ്ടാവും, 6 പേര് പടം കണ്ടിട്ട് സെൻസർ ചെയ്ത് കഴിഞ്ഞ ശേഷം പിന്നെ അത് പേര് മാറ്റണം എന്നുള്ളത് വരുന്നത് ആരോ ഒരു ഇതിന് പിന്നിൽ ഭയങ്കരമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. കാരണം നിങ്ങൾ പറഞ്ഞ പോലെ ഒരു കേന്ദ്രമന്ത്രിന്റെ അഭിനയിച്ചൊരു പടമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ശുപാർശ കൂടി എടുക്കുന്നില്ല, റെക്കമെൻഡേഷൻ എടുക്കുന്നില്ല എന്ന് പറയുന്ന സമയത്ത് അതിന്റെ പിന്നിൽ ഏതോ ഒരു ഈ 2 പടത്തിനും പിന്നിലുണ്ട്. അത് എന്താന്നല്ലേ നമുക്ക് ആർക്കും മനസ്സിലാകുന്നില്ല എന്ത് കാരണം കൊണ്ടാണ് ഈ പടം തടയപ്പെടുന്നത്. അങ്ങനെ ഒരു ഗൂഢമായ ഇടപെടൽ ഉണ്ട് എന്നുള്ളത് ഈ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ താങ്കളുടെ ഒരു അനുമാനമാണോ, അതോ അങ്ങനെ എന്തെങ്കിലും അനുഭവത്തിന്റെയോ അല്ലെങ്കിൽ ചില നിഗമനങ്ങളുടെയോ അടിസ്ഥാനത്തിൽ പറയുന്നതാണോ? തീർച്ചയായിട്ടും ഒരു ഇടപെടൽ ഇല്ലാതെ ഇങ്ങനത്തെ ഒരു സംഭവം ഒരിക്കലും ഉണ്ടാവില്ല. കഴിഞ്ഞ എമ്പുരാനുണ്ടാവില്ല, ഈ പടത്തിനുണ്ടാവില്ല. ഈ പടത്തിൽ എമ്പുരാന് വലിയ ഇഷ്യൂ ആണ്. ഈ പടത്തിന് പേര് മാറ്റാൻ വേണ്ടി പറയുന്നെങ്കിൽ ആരൊക്കെ ഇടപെടൽ ഒരിക്കലും ആ പേര് കൊണ്ട് ആ പടത്തിന് ദോഷം ചെയ്യാൻ പോകുന്നില്ല. ഒരു ജാതി മതത്തിന്റെ ഒരു ദോഷം വരുന്നില്ല. അങ്ങനെ പല ക്രിസ്ത്യൻസിലും മുസ്ലിംസിലും ഹിന്ദുവിലും പല പേരുകളും എത്രയോ പടങ്ങൾ വരുന്നില്ലേ. നേരത്തെ ഇപ്പൊ ഉണ്ണികൃഷ്ണൻ പറഞ്ഞ പറയും, അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് പറഞ്ഞ പറയും പേരിടാൻ വേണ്ടിട്ട് പറ്റാത്ത നമ്പർ 2 നമ്പർ 3 കൊണ്ട് ഇടാൻ പറ്റില്ലല്ലോ സിനിമക്ക്. ഓരോന്നിനും അനുയോജ്യമായ പടം ടൈറ്റിൽ കാണും. ആ ടൈറ്റിൽ ചേംബറിൽ രജിസ്റ്റർ ചെയ്യും. എന്തെങ്കിലും ആ ടൈറ്റിലിന് കുഴപ്പമുണ്ടെങ്കിൽ ചേംബർ രജിസ്റ്റർ ചെയ്ത് കൊടുക്കില്ല. ആ ടൈറ്റിൽ ഒരു വെരിഫിക്കേഷൻ നമ്മൾ സെൻസർ ബോർഡിൽ പോകുന്നതിന് മുമ്പായിട്ട് കേരള ഫിലിം ചേംബറിൽ ടൈറ്റിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ തന്നെ ഒരു വെരിഫിക്കേഷൻ നടത്തിയിട്ട് മാത്രമാണ് ടൈറ്റിൽ രജിസ്റ്റർ കൊടുക്കുന്നത്. അവിടെ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ജാതിക്കോ മതത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അവിടെ തന്നെ ടൈറ്റിൽ രജിസ്റ്റർ കൊടുക്കില്ല.
ഒന്നാം ഘട്ടം അവിടെ കഴിഞ്ഞ്, രണ്ടാം ഘട്ടം സെൻസർ ബോർഡ് കഴിഞ്ഞ്, സെൻസർ കഴിഞ്ഞ് മൂന്നാം ഘട്ടം ഇല്ല ആ പടത്തിന്. പിന്നെ എന്തെങ്കിലും ആ പടം റിലീസ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും മതപരമായ ഇഷ്യൂ ഉണ്ടെങ്കിൽ മാത്രമേ റിവേഴ്സ് കമ്മിറ്റി ഇടപെടൂ. അതും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സെൻസർ ചെയ്ത പടത്തിന് ഒരു സുപ്രീം കോടതി വരെ ഒരു കേസ് വന്നാൽ ഇടപെടില്ല. റിലീസ് ചെയ്യട്ടെ എന്റെ ആലോചിക്കാന്ന് പറയും. ഒന്നും ഇല്ലാത്ത ഇതെങ്ങനെ റിവേഴ്സ് കമ്മിറ്റിക്ക് പോയതെന്ന് തന്നെ അതിശയോക്തിയാണ്. അത് എന്ത് കാരണം കൊണ്ട് റിവേഴ്സ് കമ്മിറ്റിക്ക് പോയതെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. എന്റെ അനുഭവത്തിൽ ഇങ്ങനത്തെ ഉണ്ടായിട്ടില്ല, ആദ്യമായിട്ടാണ്. ശരി, ഞാൻ മടങ്ങി വരാം. ശ്രീ സി ഷുക്കൂർ, നോക്കൂ, രണ്ട് തരത്തിലുള്ള മറുപടിയാണ് ഞാൻ താങ്കളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ഒന്ന്, ഇപ്പോൾ ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ. രണ്ട്, ഇന്നത്തെ ഇപ്പോൾ കോടതിയുടെ ഇടപെടൽ, അത് വളരെ ആശാവഹമായി തോന്നുകയും ചെയ്യുന്നുണ്ട്. അസാധാരണമായ ഒരു സാഹചര്യമാണ് ഇവിടെ. ലിബർട്ടി ബഷീർ ഒക്കെയും പറയുന്നത് പോലെ തന്നെ ഇവിടെ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ജാനകി എന്ന പേര് സീതാദേവിയുടെ പര്യായമാണ്. ഇവിടെ ഈ കഥാപാത്രം പല സാഹചര്യങ്ങളെയും അതിജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ ആ പെൺകുട്ടിക്ക് ഒരു ദൈവത്തിന്റെ പേര് നൽകുന്നതിനോടുള്ള ഒരു അവമതിപ്പ് എന്നുള്ളതാണ്. നോക്കൂ, ഈ നാട് എങ്ങോട്ടാണ് പോകുന്നത് എന്നൊരു വലിയ ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ശ്രീ സി ഷുക്കൂർ, ഇന്നത്തെ കോടതിയുടെ ഇടപെടൽ താങ്കൾ കണ്ടിട്ടുണ്ടാകുമല്ലോ. സെൻസർ ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഇനി എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? തീർച്ചയായും നമ്മൾ വളരെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നമ്മൾക്ക് ഈ സംഘപരിവാർ ഇത്തരം നീക്കങ്ങൾ നടത്തുന്ന ആദ്യമല്ല. നേരത്തെ ഷാരൂഖ് ഖാൻ്റെയും മറ്റേ പത്മാവതി എന്ന സിനിമയ്ക്കെതിരെ വലിയ തോതിൽ അതിലെ നായിക ദീപിക പദുക്കോൺ ഉപയോഗിച്ച അണ്ടർ ഗാർമെൻറ്റ്സിൻ്റെ നിറം കാവ്യമായതിൻ്റെ പേരിൽ വലിയ രീതിയിൽ പ്രക്ഷോഭം ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കുറച്ചും കൂടെ പുറകോട്ട് പോയ 1977 കിസ്സ കുർസി ക എന്ന് പറയുന്ന സിനിമ സെൻസർ ബോർഡ് സർട്ടിഫിക്കേഷൻ നൽകി അത് ഇന്ദിരാഗാന്ധിയെ അപമാനിക്കുന്ന സിനിമയാണ് എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് നേതാവ് സൃഷ്ടിച്ചിരുന്ന ആ സിനിമയുടെ മുഴുവൻ ഫിലിം പോലും സഞ്ജയ് ഗാന്ധി കത്തിച്ചു കളഞ്ഞൊരു കഥ, ഒരു സംഭവം ഇന്ത്യയിലുണ്ട്. ഇതിൻ്റെ പ്രശ്നം ഈ സെൻസർ ബോർഡ് കേരള ബോംബെ ഹൈക്കോടതി ഒരു കേസിൽ പറയുന്നുണ്ട്, സെൻസർ ബോർഡ് എന്ന് പറയുന്നത് സെൻസർ ചെയ്യാനുള്ളതല്ല, സർട്ടിഫിക്കേഷൻ നൽകാൻ മാത്രമുള്ളൊരു ബോഡിയാണെന്ന് പറയുന്നുണ്ട്. ഈ സെൻസർ ചെയ്യുന്ന സമയത്ത് പരിഗണിക്കേണ്ട 3-4 കാര്യങ്ങളെക്കുറിച്ചും സിനിമാറ്റോഗ്രാഫ് പറയുന്നത്. ഒന്ന്, വയലൻസ് പരിശോധിക്കണം, ഒബ്സീനിറ്റി എത്രയുണ്ട് നോക്കണം, ഡിഫാമേഷൻ ഉണ്ടാകാൻ പാടില്ല, എഗെയിൻസ്റ്റ് നാഷണൽ ഇൻട്രസ്റ്റ് ദേശീയ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാകാൻ പാടില്ല. ഈ 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയുന്നത്. നിങ്ങളേതെങ്കിലും വയലൻസ്, ഇപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും വളരെ ഭീകരമായ വയലൻസുള്ള സിനിമ നമ്മൾ കാണുന്നുണ്ട്, സെൻസർ ബോർഡിൽ ഇടപെടുന്നില്ല. ഈ ഒബ്സീൻ എന്ന് പറയുന്നത് പലതരത്തിലും നമുക്കത് കാണാൻ കഴിയും. എന്നാൽ എഗെയിൻസ്റ്റ് നാഷണൽ ഇൻട്രസ്റ്റ് എന്ന തരത്തിൽ ഉള്ള സിനിമകൾ നമ്മുടെ രാജ്യത്ത് വരാറുമില്ല. അപ്പോൾ നമ്മൾ ഈ 4 കാറ്റഗറിക്ക് പുറത്ത് എങ്ങനെയാണ് സിനിമയെ ഇവർ പരിഗണിക്കുന്നത്? ഇപ്പോൾ ജാനകി എന്ന പേര്, ആ സിനിമയുടെ പേരും ആ സിനിമയിലെ നായിക കഥാപാത്രത്തിൻ്റെ പേരും ജാനകിയാണ്. അവർ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ട്രോമയിൽ കൂടി ഒരു IT എക്സ്പേർട്ടാണ്. ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന സമയത്ത് കേരളത്തിലേക്ക് വരുമ്പോൾ അവർ ട്രോമയിൽ കൂടി കടന്നു പോകുന്നു. അവർ സർവൈവറാണ്. ആ സർവൈവർ എന്ന് പറയുന്ന അവരുടെ കഥാപാത്രം ഇവരുടെ പേര് മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ ഈ പേര് മാറ്റണമെന്ന് എഴുതി കൊടുത്തിട്ടില്ല. നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ പേര് മാറ്റണമെന്ന് അവർ ഓറലായി സജഷൻ പറയുകയാണ് ചെയ്യുന്നത്. നമ്മുടെ റീജിയണൽ സെൻസർ ബോർഡ് തിരുവനന്തപുരത്ത് നിന്ന് അവരെ അപ്രൂവ് ചെയ്ത് ആ സിനിമ അംഗീകരിച്ചിരുന്നു. സർട്ടിഫിക്കേഷൻ U/A സർട്ടിഫിക്കേഷൻ നൽകിയിരുന്നു. ബോംബെയിൽ എത്തിയപ്പോഴാണ് ഒരാഴ്ച കഴിഞ്ഞ ശേഷം അവരെ പേര് മാറ്റണമെന്ന നിർദ്ദേശം പറയുന്നത്. പേര് മാറ്റുന്ന നിർദ്ദേശം വന്നപ്പോൾ പ്രായോഗികമായി നടക്കില്ല എന്നാണ് ആദ്യം നിർമ്മാതാക്കൾ പറഞ്ഞത്. പ്രായോഗികമായി നടക്കില്ല എന്ന് പറയുന്നത് 90 പ്രാവശ്യം ജാനകി എന്ന പേര് ആ സിനിമയിൽ ഉടനീളം ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ടൈറ്റിലൊക്കെ എല്ലായിടത്തും പോസ്റ്ററായിട്ട് ജാനകി വരികയും ചെയ്തു. അപ്പോൾ അത് സിനിമയുടെ പേര് മാത്രമല്ല, കഥാപാത്രത്തിൻ്റെ പേര് മാറ്റണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ഇത് പ്രായോഗികമായി നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് അവർക്ക് പ്രയാസം അനുഭവിക്കുന്നത്. നമ്മുടെ ചരിത്രത്തിൽ ഇങ്ങനത്തെ ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ രാമൻ, സീത, നേരത്തെ മറ്റേ മിഥുൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന യേശു എന്നുള്ള പേരുണ്ട്, മുഹമ്മദ് എന്നുള്ള പേരുണ്ട്. അങ്ങനെ നമ്മൾ മതവിശ്വാസികൾ പുണ്യമായി കണക്കാക്കുന്ന എല്ലാവരുടെ പേരിലും ഈശോ എന്ന് പേരുണ്ട്, ശിവൻ ഉണ്ട്, രാമനുണ്ട്, സീതയുണ്ട്. അപ്പം ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ, ഇപ്പോൾ ബഹുമാനപ്പെട്ട നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയാണ് എൻ്റെ പേര്, അത് പ്രശ്നമാകുമെന്ന് ചോദിച്ചെന്ന് ട്രോളുന്ന ഒരു പോസ്റ്റ് എഴുതുകയുണ്ടായി. അപ്പോൾ ആ രീതിയിലാണ്. അങ്ങനെ നമ്മുടെ ഇന്ത്യൻ സാഹചര്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ എല്ലാവർക്കും ഏതെങ്കിലും ദൈവങ്ങളോ അല്ലെങ്കിൽ മതത്തിലെ ആചാര്യന്മാരുമായി ബന്ധപ്പെട്ട പേരുകളുണ്ടാകുക.
അപ്പോൾ ഒരു പേര് പിടിച്ചിട്ട് സെൻസർ ബോർഡ് ഒരു തീരുമാനം എടുക്കുക എന്നൊക്കെ പറയുന്നത് പരമ അബദ്ധമാണ്. ഇത് ആർട്ടിക്കിൾ 19 എന്ന് പറയുന്ന ഒരു സംഗതി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട്, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. അത് വളരെ നമ്മൾ ഈ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് വലിയ ഒരു മൗലികാവകാശമാണ്, വലിയ വിശാലമായ അർത്ഥത്തിൽ കാണേണ്ട ഒരു സംഗതിയാണ്. കലാകാരൻ്റെ കഴിവിനെ ഒരു നിലക്കും നമ്മുടെ നമ്മുടെ സിനിമാറ്റോഗ്രാഫി ആക്ട് പ്രകാരം ഈ സെൻസർ ബോർഡ് ഒരു നിലക്കും കലാകാരൻ്റെ കഴിവിനെ അല്ലെങ്കിൽ അയാളുടെ പ്രാപ്തിയെ അളക്കാനുള്ള ഒരു മാനദണ്ഡവുമില്ല. നേരത്തെ ദേശീയ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാവുകയോ അമിതമായ വയലൻസ് വരികയോ ഒബ്സീൻ സീനുകൾ വരികയോ ചെയ്താൽ മാത്രം അത് സെൻസർ ചെയ്യാൻ മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഞാൻ അഭിനയിച്ചൊരു സിനിമയിൽ പൊറാട്ട് നാടകം എന്ന് പറഞ്ഞാണ് സിനിമയുടെ പേര്. ഞാൻ ഒരു പ്രധാനപ്പെട്ട റോളായിരുന്നു. എനിക്കൊരു സംഘപരിവാർ ഗോപാൽജി എന്നൊരു കഥാപാത്രത്തെയാണ് ഞാൻ അവതരിപ്പിച്ചത്. സംഘപരിവാർ മലബാറിലൊരു സംഘപരിവാർ ലീഡർ വേഷമായിരുന്നു എനിക്ക്. എൻ്റെ കഥാപാത്രത്തെ കാണുന്ന സമയത്ത് അദാനി ഗോപാലൻ എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്ന ഒരു സൂരജിൻ്റെ കഥാപാത്രം ഉണ്ടായിരുന്നു. അദാനി ഗോപാലൻ എന്ന് അദ്ദേഹം പറയില്ല. ഞങ്ങൾ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അദാനി ഗോപാല എന്ന് പറഞ്ഞിട്ട് എന്നെ കളിയാക്കുകയാണ് അയാൾ ചെയ്തിരുന്നത്. സെൻസർ ബോർഡിലെത്തിയപ്പോൾ, തിരുവനന്തപുരത്ത് റീജിയണൽ സെൻസർ ബോർഡിലെത്തിയപ്പോൾ ഈ അദാനി എന്ന പേര് ഒഴിവാക്കണം എന്ന് പറഞ്ഞു. നമ്മൾ ദൈവത്തിൻ്റെ പേരൊന്നുമല്ല കേട്ടോ, അദാനി എന്ന വാക്ക് അദാനി ഗോപാല എന്ന് എന്നെ വിളിക്കുന്നത്, ഗോപാൽജി എന്നാണ് എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്. പൊറാട്ട് നാടകമാണ് സിനിമ. ഇപ്പോൾ അത് പിന്നെ OTTയിൽ അവൈലബിൾ ആണ്. അദാനി ഗോപാല എന്ന് എന്നെ അയാൾ വിളിക്കുന്നത് അത് സെൻസർ ചെയ്തു, അദാനി എന്നുള്ള വാക്ക് ഒഴിവാക്കി. അതായത് അത്രയും നമ്മൾ പിന്നെ അത് വലിയ വിവാദമാക്കേണ്ടെന്ന് കരുതി അതിനെക്കുറിച്ച് ആ സമയത്ത് സിനിമയുടെ പ്രവർത്തകർ പുറത്തു പറഞ്ഞില്ല. അപ്പം നമ്മുടെ ഈ ഒരു കാര്യം നമ്മൾ ഈ സെൻസർ ബോർഡ് കാണിക്കുന്ന ഒരു സെൻസില്ലായ്മ, അവർ അവിവേകം വലിയ തോതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ഇത് ഈ നമ്മുടെ ഒരു ഫാസിസ്റ്റ് ഭരണകൂടത്തിൻ്റെ കയ്യിൽ പ്രധാനപ്പെട്ട ഒരു ഉപകരണമായിട്ട് സെൻസർ ബോർഡ് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് 1920-ലാണ് ഇന്ത്യയിൽ വ്യാപകമായി സെൻസർ ബോർഡ് വന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മുടെ രാജ്യത്ത് വലിയ തോതിൽ രാഷ്ട്രീയ സമരങ്ങളും മറ്റും കടന്നു വരുന്ന സമയത്ത് ആ രാഷ്ട്രീയ സമരങ്ങളെ പ്രചോദിപ്പിക്കാൻ വേണ്ടി ചെറിയ ചെറിയ സിനിമകൾ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ 1920-കളിൽ നമ്മുടെ നാട്ടിലുണ്ടാകുമായിരുന്നു. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ബ്രിട്ടീഷുകാർ ആദ്യമായിട്ട് സെൻസർ ബോർഡ് ഉപയോഗിക്കുന്നത്. പിന്നെയാണ് നമ്മൾ 52-ലെ പിന്നെ സെൻസർ ബോർഡൊക്കെ മറ്റൊക്കെ ഓരോ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഓരോ ഘട്ടങ്ങളിലും ഇപ്പം ഏറ്റവും ഭീകരമായി ഇതിനെ ഉപയോഗിച്ച ഒരാൾ ഇന്ദിരാഗാന്ധിയാണ്. അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികം നമ്മൾ ആഘോഷിക്കുകയാണല്ലോ. ഇന്ദിരാഗാന്ധിയാണ് ഏറ്റവും ഭീകരമായി സെൻസർ ബോർഡിനെ ഉപയോഗിച്ചത്. എന്നാൽ 2010 ഇപ്പം നേരത്തെ പിന്നെ നമ്മുടെ മിഥുൻ സൂചിപ്പിച്ചതുപോലെ ശ്യാം ബെനഗൽ കമ്മിറ്റി റിപ്പോർട്ട് സെൻസർ ബോർഡിൻ്റെ വലിയ തോതിൽ വിശാലമാക്കുന്ന രീതിയിൽ 2016 റിപ്പോർട്ട് നൽകിയിരുന്നു കേന്ദ്ര ഗവൺമെൻറ്റിന്. ആ സമയത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റാണ് ഇതിൻ്റെ ചെയർമാൻ എന്നതുകൊണ്ട് രാഷ്ട്രീയ ഇടപെടൽ സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴും ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പല അപ്പോയിൻമെൻറ്റും നടത്തുന്നത്, ഇപ്പം സെൻസർ ബോർഡിൽ മാത്രമല്ല, അതുപോലെ തന്നെ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിലായിക്കോട്ടെ, ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലാക്കെ അവിടെയൊക്കെ പക്ക സംഘപരിവാർ ആശയക്കാരെ കുത്തി നിറയ്ക്കുകയാണ്. ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഒരു വലിയ ദുരന്തമാണ് നമ്മൾ അനുഭവിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ പോലുള്ളൊരു വിശാലമായ രാജ്യത്ത് നമ്മളെല്ലാ അവകാശങ്ങളും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഭരണഘടനയുള്ളൊരു രാജ്യത്ത് ആ ഭരണഘടനയിൽ നമുക്ക് മൗലികാവകാശമായി പ്രഖ്യാപിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 19 ഈ 19 വിരുദ്ധമാകുന്ന തരത്തിൽ സെൻസർ ബോർഡ് പ്രവർത്തിച്ചാൽ കോടതി സ്വാഭാവിക ഇടപെടും. അതാണ് ഇന്ന് കോടതിയിലുണ്ടായ സംഗതി. കോടതി വളരെ വിശദമായി ചോദിച്ചു, രാമനും സീതയും എന്നൊക്കെ ആയിരക്കണക്കിന് സിനിമകൾക്ക് പേരുണ്ട്, അതിൻ്റെ പേരിൽ ഒരു പേര് മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നത് ആർബിട്രറിയാണ്, ഒരു തർക്കം കാര്യത്തില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഇന്ത്യയിലെ കോടതികൾ നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു സംഗതിയാണ് നമ്മൾ വിചാരിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ആ കാര്യത്തിൽ സെൻസർ ബോർഡ് ഒരു ഉചിതമായ തീരുമാനത്തിലേക്ക് പോയില്ല എങ്കിൽ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. പിന്നെ ഇന്ന് തിരുവനന്തപുരത്ത് സമരം നടന്നു, ഞാൻ ഒരു സിനിമാ പ്രവർത്തകൻ എന്ന സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നത്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആരൊക്കെയാണ് ആ സമരത്തിൽ പങ്കെടുത്തത്? ഞാൻ മനസ്സിലാക്കിയെടുത്ത് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയിലെ പ്രവർത്തകരാരും സമരത്തിൽ പങ്കെടുത്തിട്ടില്ല എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അതായത് അവരിപ്പോഴും ഭയപ്പെടുന്നുണ്ട്. അവർക്ക് ഈ സമരത്തിന് പോയി കഴിഞ്ഞാൽ സെൻസർ ബോർഡിനെതിരെ സിനിമാ പ്രവർത്തകരോടൊപ്പം സമരത്തിൽ പങ്കെടുത്താൽ അത് അവരുടെ സിനിമയെ ദോഷകരമായി ബാധിക്കുവാൻ ഭയപ്പെടുത്തുന്ന ഒരു മനോഭാവം, ഭയം കൊണ്ട് ജനങ്ങളെ പേടിപ്പെടുത്തി നിർത്തുന്ന, ഞങ്ങൾക്കുള്ള അധികാരം വെച്ച് ഞങ്ങൾ പറയുന്നിടത്ത് നിങ്ങൾ നിൽക്കണം എന്നൊരു തോന്നൽ മനുഷ്യൻ്റെ മനസ്സിലുണ്ടാക്കി ഭീതി പരത്താനുള്ള ശ്രമമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റും സെൻസർ ബോർഡും ഇതിനെ ഉപയോഗിക്കുന്നതിനോട് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു.
യെസ്, ഞാൻ മടങ്ങി വരാം. ഡോക്ടർ എ സമ്പത്ത്, ഇവിടെ ഇപ്പോൾ ജാനകി എന്നൊരു പെൺകുട്ടി നടത്തുന്ന പോരാട്ടമാണ്. അപ്പോൾ ആ പേരിന്റെ തന്നെ മറുതലക്കിൽ നമ്മൾ കാണുന്നത് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നുള്ളതാണ്. അപ്പോൾ ഒരു പക്ഷേ സ്റ്റേറ്റിനെതിരെയുള്ള പോരാട്ടമാണ്. അങ്ങനെയാണെങ്കിൽ അത് കേരള സ്റ്റേറ്റ് ആണ്. അത് അസംഷൻ മാത്രമാണ് കേട്ടോ, നമുക്കറിയില്ല. ചില വ്യാഖ്യാനങ്ങളൊക്കെ അങ്ങനെ വായിക്കുകയും ചെയ്തു. പക്ഷേ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ സുരേഷ് ഗോപിയുടെ സിനിമയാണ് ആദ്യം ഈ വിഷയത്തിൽ സെൻസർ ബോർഡിനെതിരെ രംഗത്ത് വരികയും സിനിമയ്ക്ക് അനുകൂലമായി നിലപാടെടുക്കുകയും ചെയ്ത സംഘടന DYFI ആണ്. നോക്കൂ, ഒരുപക്ഷെ നിങ്ങൾക്ക് ചോദ്യം ചെയ്യേണ്ടത് തന്നെയാകാം, പക്ഷേ ചോദ്യം ചെയ്യാനുള്ള നിങ്ങളുടെ അവകാശം സംരക്ഷിക്കപ്പെടുന്നത് വരെ ഞാൻ അതിനുവേണ്ടി പോരാടും എന്ന് പറയുന്ന നയമാണോ ഈ വിഷയത്തിൽ CPIM-നുള്ളത്? അസിത, ഇത് സാധാരണഗതിയിൽ നമ്മൾ സിനിമാ പ്രേക്ഷകർക്ക്, ഞാൻ ചലച്ചിത്ര രംഗവുമായി വളരെ അടുത്ത് ബന്ധമുള്ള ഒരാളല്ല. നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ ലിബർട്ടി ബഷീർ ആയാലും അഡ്വക്കേറ്റ് ഷുക്കൂർ ആയിരുന്നാലും അവരൊക്കെ തന്നെ അവരുടെ ജീവിതം തന്നെ ഈ ചലച്ചിത്ര രംഗവുമായി ഇഴുകിച്ചേർന്നതാണ്. ഞാനൊരു കൊച്ചുകുട്ടിയായിരിക്കുമ്പോഴേ ഇങ്ങനെ സിനിമ കണ്ട്, ആ കാലത്തൊക്കെ ഈ സിനിമകൾ, ഭക്തി മാർഗത്തിലുള്ള സിനിമകളാണ് എൻ്റെ വളരെ കുട്ടിക്കാലത്ത് അത്തരത്തിൽ. അത് മാത്രമല്ല ഒരുപാട് തമിഴ് സിനിമകളാണ്. പിന്നീടാണ് ഈ 1970-കൾക്ക് ശേഷം ഒരു വലിയ മാറ്റം ഉണ്ടാകുന്നുണ്ട്. ഞാൻ ഇതിനെ മറ്റൊരു വിധത്തിൽ, ഞാനിപ്പോൾ ഇന്നലെയും മെനഞ്ഞാന്നുമെല്ലാം ചില ചർച്ചകളിൽ, ഇതുപോലെ ടെലിവിഷൻ ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ ഈ വിഷയമായിരുന്നില്ല എങ്കിൽ പോലും BJP-ക്കാരായ ചില ചങ്ങാതിമാർ, സംഘപരിവാറുമായി വളരെ അടുത്ത ബന്ധമുള്ള പലരും പറഞ്ഞൊരു കാര്യം, അത് ഇപ്പോൾ ഈ നമ്മുടെ ഈ ചർച്ചയിൽ വലതു നിരീക്ഷകനായിട്ടാണ് നമ്മുടെ ചങ്ങാതി ഇതിൽ പങ്കെടുക്കുന്നത്, മിഥുൻ അതിൽ പങ്കെടുക്കുന്നതെങ്കിലും പറഞ്ഞ വാചകം, ഇത് രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന നിലയിലേക്ക്, നാണം കെടുത്തുന്ന അവസ്ഥയിലേക്കാണ് എന്നാണ് അവർ പറഞ്ഞത്. അത് ഞങ്ങൾ തമ്മിലുള്ള വർത്തമാനത്തിൽ പറഞ്ഞ അത് തന്നെയാണ് ഇവിടെ മിഥുനും പറഞ്ഞത്. ഞാനൊരു 2 മിനിറ്റ് കൊണ്ട് അസിത, ഈ നമ്മൾ ഇന്ത്യയിലെ ആദ്യത്തെയും ഒടുവിലത്തെയും ആഭ്യന്തര അടിയന്തരാവസ്ഥയുടെ 50ാമത് വാർഷികം ആചരിക്കുന്ന വേളയാണത്. അപ്പോൾ ഈ ഭരണഘടന തന്നെ അട്ടിമറിക്കപ്പെടുകയും ഭരണഘടനാ സ്ഥാപനങ്ങൾ ഇരയാക്കപ്പെടുകയും മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുകയും ഒക്കെ ചെയ്തതിനെ സംബന്ധിച്ചെല്ലാം ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തന്നെ ഇതെല്ലാം ക്യാമ്പസുകളിൽ ചർച്ച ചെയ്യണമെന്നും രാജ്യത്ത് ചർച്ച ചെയ്യണമെന്നും അത്തരത്തിൽ അഭ്യർത്ഥിക്കുകയും നമ്മുടെ രാജ്യത്തെമ്പാടും ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുകയാണ്. ഈ ഒരു വർഷം മുഴുവൻ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അതിൽ പല ആളുകളും ജീവിച്ചിരിക്കുന്നവർ ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയായിട്ടുള്ള ആളുകളുണ്ട്. ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന മുഖ്യമന്ത്രിമാരിൽ അടിയന്തരാവസ്ഥക്കാലത്ത് ഏറ്റവും ക്രൂരമായ പീഡനങ്ങൾക്കും ഭേദ്യം ചെയ്യലിനും വിധേയനായി ഭാഗ്യം കൊണ്ട് മാത്രം ജീവൻ നിലനിർത്താൻ കഴിഞ്ഞ മനുഷ്യൻ സഖാവ് പിണറായി വിജയനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. മറ്റ് ഒരു സംസ്ഥാനത്തെയും ഒരു മുഖ്യമന്ത്രിയും ഇന്ത്യൻ യൂണിയനിലെ ഒരു ക്യാബിനറ്റ് മന്ത്രിയും അത്തരത്തിൽ പീഡനങ്ങൾ സഹിച്ചവരല്ല. ജയിൽവാസം അനുഭവിച്ചിട്ടുള്ളവർക്കേ അതിനെപ്പറ്റി അറിയുള്ളൂ, പീഡനങ്ങൾ അനുഭവിച്ചിട്ടുള്ളവർക്കേ അതിനെപ്പറ്റി അറിയുള്ളൂ. മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ട കാലത്ത് എന്തായിരുന്നു എന്ന് അതിൽ കൂടി അങ്ങനെ ഈ കടന്നു വന്നവർക്ക് മാത്രമേ അത് ബോധ്യപ്പെടൂ. 1975-ലാണ് OV വിജയൻ ധർമ്മപുരാണം എഴുതുന്നത്. ആ ധർമ്മപുരാണത്തിൽ ഇന്ന് സംഭവിച്ചിട്ടുള്ളതുപോലെയുള്ള ചില കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞു എങ്കിൽ 50 കൊല്ലത്തിന് മുമ്പ് അത്തരത്തിൽ OV വിജയൻ എന്ന ഒരു എഴുത്തുകാരന് ഈ രാഷ്ട്രീയ അധികാരത്തിൻ്റെ പ്രമത്തതയിൽ ചില ആളുകൾ ആറാടുമ്പോഴും അവരുടെ ഉച്ഛിഷ്ടം ഭോജിക്കുന്നതിന്, അങ്ങനെ തന്നെ ഞാൻ പറയുകയാണ്, അതിലെ വാചകമാണത്, അതിൽ ആനന്ദം കണ്ടെത്തുന്നവരായിട്ടുള്ള ഉദ്യോഗസ്ഥ ദുഷ്പ്രമാണിമാരെയും എല്ലാം വിമർശിക്കുന്നത്. ആ കൃതി പുറത്തിറങ്ങുന്നത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമാണ്. 1975 അത് പൂർത്തിയാക്കിയെങ്കിലും അത് പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞില്ല. 77-ന് ശേഷമാണ് പുറത്തിറങ്ങിയത്. വൈലോപ്പിള്ളി അടക്കം അടിയന്തരാവസ്ഥയെ എതിർത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റേതായ കവിതകൾ വരികയുണ്ടായി. അത് ഈ പ്രൊഫസർ ഈച്ചർവാരിയുടെ മകൻ, മിടുക്കനായ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി രാജൻ എന്നേക്കുമായി അപ്രത്യക്ഷനാക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഭരണകൂടത്തിൻ്റെ നിശബ്ദതയെ സംബന്ധിച്ച് അദ്ദേഹം എഴുതിയത്, ഈ മകരക്കൊയ്ത്ത് എന്ന അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയിൽ മിണ്ടുക മഹാമുനെ എന്ന് വൈലോപ്പിള്ളി തന്നെ എഴുതുകയുണ്ടായി. പുനലൂർ ബാലൻ വേട്ടയാടപ്പെട്ടു, ഉണ്ണികൃഷ്ണൻ പുത്തൂർ വേട്ടയാടപ്പെട്ടു, ബാലചന്ദ്രൻ ചുള്ളിക്കാട് പീഡനങ്ങൾ അനുഭവിക്കേണ്ടതായി വന്നു. അക്കാലത്ത് ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുകയുണ്ടായി. അപ്പം ഞാനിപ്പോൾ ഇതിലൊന്ന് ചോദിക്കുന്ന കാര്യം, ഈ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കൃതിയിലാണ് ഈ ആനവാരി രാമൻ നായരും പൊൻകുരിശ് തോമയും എട്ടുകാലി മമ്മൂഞ്ഞും ഉള്ളത്. അപ്പോൾ ഈ കൃതികളെല്ലാം ഇങ്ങനെ, മമ്മൂഞ്ഞ് എന്നുള്ളത് മുഹമ്മദ് കുഞ്ഞിൻ്റെ ലോപിച്ചുള്ളതാണ് അല്ലേ അഡ്വക്കേറ്റ് ഷുക്കൂർ? അങ്ങനെയാണല്ലോ മമ്മൂഞ്ഞ് എന്നുള്ളത്. ആനവാരി രാമൻ നായർ, പൊൻകുരിശ് തോമ, ഇതെല്ലാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് ഇപ്പോൾ നമ്മുടെ ഈ സെൻസർ ബോർഡ് ഇതിനെല്ലാം എങ്ങനെ കാണുമായിരുന്നു? ഇനി ചിന്താവിഷ്ടയായ സീത എന്ന മഹാകവി കുമാരനാശാൻ്റെ കൃതിയാണ് ചിന്താവിഷ്ടയായ സീത.
ആ സീതാദേവിയുടേതായിട്ടുള്ള മനോവ്യാപാരങ്ങൾ, അവരുടേതായിട്ടുള്ള വ്യഥകൾ, അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് എന്തിനാ ശ്രീരാമനെ തന്നെ വാസ്തവത്തിൽ ചോദ്യം ചെയ്യുകയാണ് ആ സ്ത്രീ, ആ മാന്യ വനിത, ആ ദേവി, അമ്മ ചോദ്യം ചെയ്യുകയാണ്. ഞാൻ അമ്മ എന്ന് പറഞ്ഞത് നമ്മൾ സ്ത്രീകൾക്ക് നൽകുന്ന ആദരവിൻ്റെ ഭാഗമായിട്ടാണ്. അന്ന് ലവൻ്റെയും കുശൻ്റെയും ഒന്നും മാതാവായിട്ടില്ല എങ്കിൽ പോലും. ചിന്താവിഷ്ടയായ സീത അത് ഇന്ന് ഒരു ചലച്ചിത്രമായി രംഗത്തിറങ്ങിയാൽ ഈ സെൻസർ ബോർഡ് അനുവദിക്കുമോ? ഇപ്പോൾ കിസ്സ കുർസിക്കയുടെ കാര്യം പറഞ്ഞു. കിസ്സ കുർസിക്കയുടെ കാര്യം മാത്രമായിട്ട് എന്തിനു ചുരുക്കണം? അടിയന്തരാവസ്ഥക്കാലത്ത് തന്നെ ഉണ്ടായിട്ടുള്ള ചില സംഭവങ്ങളുമായി ബന്ധപ്പെട്ടത് എന്ന് ധ്വനിപ്പിക്കുന്ന നിലയിലേക്ക് ആന്ധി എന്ന ഒരു ചലച്ചിത്രം പുറത്തിറങ്ങുകയുണ്ടായി. അതിലെ ഒരു കഥാപാത്രത്തിന് ശ്രീമതി ഇന്ദിരാഗാന്ധിയുമായി സാമ്യമുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അടുത്തിടെ നിര്യാതനായ ശ്രീ ഷാജിയൻ കരുണിൻ്റെ പിറവി ഉണ്ടല്ലോ, അടിയന്തരാവസ്ഥക്കാലത്തെ ക്രൂരമായ നിശബ്ദതയെ സംബന്ധിച്ച്, ശബ്ദത്തെക്കാൾ വല്ലാത്തതായിട്ടുള്ള വേദന ജനിപ്പിക്കുന്ന നിശബ്ദത അത് കടന്നു വന്നതിനെ സംബന്ധിച്ച് ഇവിടെ ഈ സെൻസർ ബോർഡ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ എമ്പുരാൻ സിനിമ അത് പുറത്തിറങ്ങിയതിന് ശേഷം പുറത്തിറങ്ങിയതിന് ശേഷം ഈ സെൻസർ ബോർഡിന് എന്തൊരു വെപ്രാളമായിരുന്നു. അവധി ദിവസം നട്ടപ്പാതിരയ്ക്ക് പെട്ടെന്ന് തന്നെ അത്തരത്തിൽ നമ്മൾ ചില പ്രധാനപ്പെട്ട ചില വിഷയങ്ങളിലെല്ലാം സുപ്രീം കോടതി അത്തരത്തിൽ അവധി ദിവസവും അർദ്ധരാത്രിയിലും സിറ്റിംഗ് നടത്തിയെന്ന് കേട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ അധികാരങ്ങളുള്ള കോടതി, ഇന്ത്യയുടെ സുപ്രീം കോടതി അത്തരത്തിൽ ചെയ്യേണ്ടി വന്നതിനെ കടത്തിവെട്ടുന്ന നിലയിലേക്ക് ഇന്ത്യയുടെ സെൻസർ ബോർഡ് അത്തരത്തിൽ എമ്പുരാൻ സിനിമയിൽ കട്ട് നടത്തുന്നതിന് വേണ്ടി ചരിത്രമാണ്, അത് രാഷ്ട്രീയമുണ്ട്, ശരിയാണ്, നടന്ന കാര്യങ്ങളാണ്. ഇത്തരം സംഭവങ്ങളെ സംബന്ധിച്ച് പിന്നീടുള്ളവർ അറിയരുത് എന്നുള്ളതാണ് എങ്കിൽ, ഇത് കുഴിച്ചിടുന്നത് പോലെയുള്ള കാര്യങ്ങളിലേക്ക് അങ്ങനെയാണ് എങ്കിൽ, സെമിത്തേരിയിലെ സമാധാനമാണ് ഏറ്റവും വലിയ സമാധാനം എന്ന് നമ്മുടെ സെൻസർ ബോർഡ് വല്ലാതെ അങ്ങനെ ഈ ധരിച്ചുപോയാൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ അതിലേക്ക് നിയോഗിച്ച രാഷ്ട്രീയ മേലാളന്മാരുടെ ഇച്ഛ എന്ത് എന്നറിഞ്ഞ് പെരുമാറുകയാണ് അവർ ചെയ്തത് എന്ന് മാത്രമേ നമ്മൾ ഇതിനെക്കുറിച്ച് പറയേണ്ടതായിട്ടുള്ളൂ. വായടയ്ക്കൂ എന്നാണ്. നിങ്ങളുടെ മനസ്സ് പോലും പുറത്തേക്ക് വരരുത് എന്നുള്ളതാണ്. നിങ്ങൾ നോക്കരുത്, നിങ്ങൾ ചുണ്ടനക്കരുത്, നിങ്ങളുടെ ശബ്ദങ്ങൾ പുറത്തു വരരുത്. അതാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം എന്നുള്ളത്. അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഫിലിം സെൻസർ ബോർഡിൽ നിന്ന് മനസ്സിലാക്കുന്നു എങ്കിൽ ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ അടിയന്തരാവസ്ഥക്കാലത്ത് കാർട്ടൂണുകൾക്ക് നിരോധനവും അറസ്റ്റ് ചെയ്യപ്പെട്ട നേതാക്കളുടെ ചിത്രങ്ങൾ അത്തരത്തിൽ പ്രസിദ്ധീകരിക്കരുതെന്ന് പറഞ്ഞതും പത്രങ്ങളിൽ അച്ചടിക്കേണ്ടുന്ന സർക്കാർ വാർത്തകളുമായി ബന്ധപ്പെട്ടുള്ളത് നേരത്തെ സെൻസറിങ്ങിന് വിധേയമാക്കി ഒപ്പിട്ട് വാങ്ങിച്ച് സീൽ ചെയ്ത് വന്നില്ല എങ്കിൽ പത്രം ഓഫീസുകൾ സീൽ ചെയ്യപ്പെടും. ഞാനിത് വെറുതെ പറഞ്ഞു പോകുന്നതല്ല. ഈ കൈരളിയുടെ സ്റ്റുഡിയോയുടെ തൊട്ടപ്പുറത്ത് എൻ്റെ അപ്പന് സഖാവ് അനിരുദ്ധൻ ഒരു പത്രമുണ്ടായിരുന്നതും സീൽ ചെയ്യപ്പെട്ടതായ വിശ്വകേരളം എന്നൊരു ചെറിയ പത്രമുണ്ടായിരുന്നതും സ്വന്തം അനുഭവത്തിൽ നിന്ന് തന്നെ ഞാനിത് പറഞ്ഞതാണ്, ഇല്ലാതെ കേട്ടറിവിൽ മാത്രമൊന്നുമല്ല. ഇവിടെ വാസ്തവത്തിൽ നമ്മുടെ ചലച്ചിത്ര രംഗത്തുണ്ടാകുന്നതായിട്ടുള്ള ഇതൊരു വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി നമ്മുടെ സാംസ്കാരികമായ പാരമ്പര്യത്തിന്, ആ സാംസ്കാരിക സമ്പത്തിന് ഉള്ള വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി എന്നുള്ളത് ഇത് ഫാസിസത്തിൻ്റെ വെല്ലുവിളിയാണ്. ഫാസിസം അത്തരത്തിൽ കടന്നു വരുമ്പോൾ ഓർക്കണം മസിത, നരഭോജിയുടെ കാൽപ്പാടുകൾ വീണിട്ടുണ്ട് എങ്കിൽ അത് നരഭോജിയെ നാം എപ്പോഴും സൂക്ഷിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ. വിഷസർപ്പങ്ങളുടേതായിട്ടുള്ള അതിൻ്റെ ഈ ശൽക്കങ്ങൾ പൊളിഞ്ഞു കിടപ്പുണ്ട് എങ്കിൽ വിഷസർപ്പങ്ങൾ എവിടെയും മുട്ടയിടാം, എവിടെയും അത് പെറ്റുപെരുകാം എന്നുള്ളത്, അത് നമ്മൾ അപ്പുറത്ത് മാത്രമേ ഇത് വരൂ, ഇവിടേക്ക് വരില്ല എന്ന് ആരും അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ടതില്ല. ചലച്ചിത്ര രംഗത്തുള്ളവരും ഞാൻ സുരക്ഷിതനാണ് എന്ന് ആരും ധരിക്കേണ്ടതില്ല. ഓക്കെ മിഥുൻ, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒടുവിൽ അവർ എന്നെയും തേടി വന്നു എന്നൊരവസ്ഥയാണ് വാസ്തവത്തിൽ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സിനിമ കൂടിയാണ്. ഇവിടെ ഇപ്പോൾ സംസാരിച്ച എല്ലാവരും എമ്പുരാൻ എന്ന ചിത്രത്തെക്കുറിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നല്ലോ മിഥുൻ. നമ്മൾ ഏറ്റവും അടുത്ത് കണ്ടൊരു ഉദാഹരണം അതാണ്. ഇവിടെ ഇപ്പോൾ ഷുക്കൂർ വക്കീൽ അദ്ദേഹം അഭിനയിച്ച സിനിമയെക്കുറിച്ച് പറയുന്നു. പക്ഷേ അത് ആ വേണ്ട നിലയിൽ ചർച്ച ചെയ്യപ്പെട്ടില്ല. അവർ തന്നെ ആ പ്രതിഷേധം ഉയർത്തിയതുമില്ല. പക്ഷേ എമ്പുരാന്റെ കാര്യത്തിൽ അതായിരുന്നില്ല സാഹചര്യം. എന്താണോ എമ്പുരാനിൽ സംഭവിച്ചത് അത് മാത്രമേ ജാനകിയിലും സംഭവിച്ചിട്ടുള്ളൂ. നോക്കൂ, എമ്പുരാനിലും സമാനമായ രീതിയിൽ ഒരു കഥാപാത്രത്തിന്റെ പേര് മാറ്റണം എന്നാവശ്യപ്പെട്ടത് സെൻസർ ബോർഡിന്റെയും അവരെ നിയന്ത്രിക്കുന്ന ചില ആളുകളുടെയും താല്പര്യപ്രകാരമായിരുന്നു മിഥുൻ. അപ്പോൾ അന്ന് സെൻസർ ബോർഡിന്റെ നടപടിയെ ന്യായീകരിച്ച് ഒരുപാട് BJP നേതാക്കളും RSS നേതാക്കളും ഒക്കെയും രംഗത്ത് വരുന്നത് കണ്ടു. പക്ഷേ മറുഭാഗത്തേക്ക് വരുമ്പോൾ സുരേഷ് ഗോപി ആയതുകൊണ്ടാണോ ആ നിലയിലുള്ളൊരു എതിർപ്പ് സെൻസർ ബോർഡിനെതിരെ ആരും ഉയർത്തി കാണാത്തത്? അല്ല, താങ്കളിവിടെ മാർട്ടിൻ നിമുലറിൻ്റെ കോട്ട് എടുത്തുകൊണ്ടാണ് ഈ ഒരു ചർച്ച തുടങ്ങിയത് തന്നെ. ഇപ്പോഴും താങ്കളത് ആവർത്തിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം, ആദ്യം അവർ ബൂർഷകൾക്ക് വേണ്ടി വന്നു, ഇപ്പോൾ അവർ വിശ്വാസികൾക്ക് വേണ്ടി വരുന്നു, ഇനി നാളെ അവർ എനിക്ക് വേണ്ടി വരുമെന്ന് ഞാൻ കമ്മ്യൂണിസ്റ്റുകളെ കുറിച്ച് പറഞ്ഞാൽ താങ്കൾക്ക് എന്താ എതിർക്കാൻ പറ്റുമോ? ഇപ്പോഴത്തെ സാഹചര്യം എങ്ങനെയല്ലേ? ഇപ്പോൾ നിങ്ങൾ നോക്കൂ, നമുക്ക് ഈ ഒരു വിഷയത്തെ വേണമെങ്കിൽ
ഞാൻ ഒരു അനലോജി പോലെ പറയുകയാണ്. ഈ സൗദി അറേബ്യയിലും കുവൈത്തിലും അല്ലെങ്കിൽ ഈവൻ ഇറാനിലും ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് സുംബയോടില്ലാത്തൊരു പ്രശ്നം കേരളത്തിലെ ചില തീവ്ര വർഗീയ സ്വഭാവമുള്ള ചില സംഘടനകൾക്ക് തോന്നുന്നു. അതുമായി താരതമ്യം ചെയ്യാൻ പറ്റും ഈ ഒരു കാര്യത്തെ. കാരണം ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് ഇതുമായിട്ടൊരു പ്രശ്നമില്ല, അല്ലെങ്കിൽ ഹിന്ദു സംഘടനകൾക്ക് പ്രശ്നമില്ല. പക്ഷേ അതായത് ചില റെഗുലേറ്ററി ബോഡിയുടെ ഭാഗമായിട്ടുള്ള ഏതോ ഒരു വ്യക്തിക്ക് തോന്നി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇതിൽ എല്ലാവർക്കും അങ്ങനത്തെ ഒരു നിലപാടാണെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഉണ്ടായിട്ടുള്ളത് ഒരേ വിധിയാണ്. പക്ഷെ അന്ന് ഈ പറയുന്ന എല്ലാ വലതുപക്ഷ നായകരും സെൻസർ ബോർഡിന് ഒപ്പമായിരുന്നു, ഈ പറയുന്ന നിലയിൽ ആ സിനിമയ്ക്കെതിരായിരുന്നു. പക്ഷെ ഇവിടെ ഇപ്പോൾ അത് കാണുന്നില്ല. സെൻസർ ബോർഡിന് അനുകൂലമായ നിലപാട് ആരും സ്വീകരിക്കുന്നത് കാണുന്നില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ചോദ്യം. രണ്ട് സിനിമയ്ക്കും ഒരേ വിധി ഉണ്ടാകുമ്പോൾ രണ്ട് സിനിമയുടെ ഒരേ ഐക്യപ്പെടൽ ഉണ്ടാകണ്ടേ? നോക്കൂ, ഇവിടെ എമ്പുരാനെതിരെ വിമർശനങ്ങൾ വന്നിട്ടുണ്ട്, കേരള സ്റ്റോറിക്കെതിരെ വിമർശനങ്ങൾ വന്നിട്ടുണ്ട്, കാശ്മീർ ഫയൽസിനെതിരെ വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. എന്താ പറയുക, നമ്മുടെ മൻമോഹൻ സിംഗിനെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, അതിനൊക്കെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വിമർശനങ്ങളൊക്കെ ഏതൊരു കമ്മ്യൂണിറ്റിയുടെ ഭാഗത്തുനിന്നോ ഏതൊരു ഗ്രൂപ്പിൻ്റെ ഭാഗത്തുനിന്നോ വരുന്ന പോലെയല്ല സെൻസർ ബോർഡ് പ്രോആക്റ്റീവ് ആയിട്ടൊരു സിനിമയെ പേര് മാറ്റണമെന്ന് പറയുന്നത്. കാരണം ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഹിന്ദു വിഭാഗം ഇതിനെതിരെ ഒരു വോയിസ് ഉയർത്തിയോ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? ഇനി ഇവിടെ എമ്പുരാനെക്കുറിച്ച് പറഞ്ഞു, ഇവിടെ ലെഫ്റ്റ് എന്നൊരു സിനിമ ഉണ്ടായിരുന്നു. ആ സിനിമയുടെ ഡയറക്ടർക്ക് നട്ടപ്പാതിരാക്കി അയാളുടെ കൈക്കുഞ്ഞുങ്ങളെ എടുത്ത് ഓടി രക്ഷപ്പെടേണ്ട അവസ്ഥയായിരുന്നു ആ സിനിമ ഡയറക്റ്റ് ചെയ്തു എന്നൊരൊറ്റ തെറ്റ് ചെയ്തതുകൊണ്ട്. അപ്പോൾ ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും എന്താ പറയുക പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാവുക, അവരൊരു എന്താ പറയുക വയലൻസിലേക്ക് പോകുന്ന പോലെ അല്ല ഒരു റെഗുലേറ്ററി അതോറിറ്റിയുടെ ഭാഗമായിരിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു ബോഡി തന്നെ ഒരു എന്താ പറയുക തിരുത്തൽ പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ താരതമ്യം ചെയ്ത് രണ്ടും കൂടെ കൂട്ടിക്കലർത്തി എമ്പുരാൻ അങ്ങനെ വന്നില്ല. എമ്പുരാൻ അങ്ങനെ വന്നെങ്കിൽ അവിടെ ഒരു കമ്മ്യൂണിറ്റി അഫക്റ്റഡ് ആയിരുന്നു. ലെഫ്റ്റ് സിനിമയുടെ ഡയറക്ടർക്ക് രാത്രി നാട് വിടേണ്ട അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഏതോ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്രൂപ്പ്സിന്റെ അതായത് ഫ്രിഞ്ച് എലിമെന്റ്സിന്റെ കാര്യവും ഇതും കൂടെ കൂട്ടിക്കലർത്താൻ നമ്മൾ പാടില്ല. കാരണം നമ്മൾ ഇതിനെ ക്ലിയർ ആയിട്ട് തന്നെ കാണണം. റെഗുലേറ്ററി ബോഡി ഇങ്ങനെയുള്ള സിനിമകളെ അതിനെ കാണേണ്ട രീതിയിൽ അതിന്റെ റെഗുലേറ്ററി ഫ്രെയിം വർക്കിൽ നിന്നുകൊണ്ട് തന്നെ അല്ല, സെൻസർ ബോർഡിൻ്റെ ന്യായം അതാണോ അല്ലയോ എന്നുള്ളത് ഞാൻ അങ്ങനെ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇതുവരെ വായിച്ചിട്ടില്ല. കാരണം ഹിന്ദുക്കളെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കാനുള്ള അധികാരം സെൻസർ ബോർഡിൻ്റെ ചെയർമാൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഹിന്ദുക്കളെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഒഫൻഡ് ചെയ്യുന്നത്. കാരണം അങ്ങനെ ഒരു അധികാരം സെൻസർ ബോർഡിന് ഇപ്പോൾ തൽക്കാലം ഇല്ല. അപ്പോൾ ഈ ഞാൻ പറഞ്ഞ പോലെ എമ്പുരാൻ അല്ലെങ്കിൽ മറ്റേത് സിനിമകളും ഇവിടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ഒഫൻഡ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സിനിമയെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സിനിമകളെല്ലാം തന്നെ ഏതെങ്കിലും ഗ്രൂപ്പുമായി ടാഗ് ചെയ്ത് നിങ്ങൾ സംസാരിക്കുന്ന പോലെ അല്ല ഈ ഒരു വിഷയത്തിൽ. കാരണം സെൻസർ ബോർഡ് എന്ന് പറയുന്ന ഒരു റെഗുലേറ്ററി ബോഡിക്ക് അവിടെ ചെയ്യേണ്ട അവരുടെ ഫ്രെയിം വർക്കിൽ നിന്നുകൊണ്ട് ആക്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ അല്ല ചെയ്തിരിക്കുന്നത് എന്നാണ് ഇവിടുത്തെ പ്രശ്നം. അതിനെ നമ്മൾ മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോയി മറ്റൊരു ഡയമെൻഷനിലേക്ക് കൊണ്ടുപോയിട്ട് ഇതൊരു എന്താ പറയുക ഒരു എക്സ്ട്രീം ഹിന്ദുയിസം നടപ്പിലാക്കാൻ നോക്കുകയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെതിരെ ശബ്ദിക്കുന്നവർ എന്തുകൊണ്ട് ഈ സുംബ വിഷയത്തിൽ വളരെ സോഫ്റ്റ് നിലപാടെടുത്തത്, എന്തുകൊണ്ട് വളരെ തീവ്രമായിട്ട് അവർ എതിർത്തില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗവർണറുടെ ഓഫീസിലേക്ക് സമരം ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് എന്തുകൊണ്ടാണ് ഇവിടുത്തെ സംസ്ഥയുടെ എന്താ പറയുക ഓഫീസുകളിലേക്ക് പോകാൻ പറ്റാത്തത്, ഒരു മാർച്ച് നടത്താത്ത എന്തുകൊണ്ടാണ് SFI ഒക്കെ? അപ്പോൾ അതിന് പറ്റില്ല. ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ തലയ്ക്ക് കെട്ടിവെച്ചുകൊണ്ട് നമുക്ക് എല്ലാ പ്രശ്നങ്ങളെയും എന്താ പറയുക നെഗേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്താ പറയുക ഒരു പ്രത്യേക രീതിയിൽ ഹിന്ദു വിഭാഗവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇതിന് മറ്റൊരു ആംഗിൾ കൊടുത്ത് ഒരു എക്സ്ട്രീം ഹിന്ദുയിസം അവിടെ വളർന്നു വരുന്നു എന്ന രീതിയിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യം ഇതിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് പറയാനുള്ളൊരു മോറൽ അതോറിറ്റി പോലും ഈ വിഷയത്തിൽ സംസാരിക്കുന്ന ഒരു ലെഫ്റ്റ് ലിബറൽ എന്താ പറയുക ഔട്ട്ലുക്ക് ആണെന്നൊക്കെ കാണിക്കുന്ന ആളുകൾക്ക് ഇല്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവർ അങ്ങനെയാണെങ്കിൽ എല്ലാ വിഷയങ്ങളിലും അവർക്ക് ഈക്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സമാനമായിട്ടുള്ള നിലപാടായിരിക്കും. പക്ഷേ അങ്ങനെയല്ല. ചില വിഷയങ്ങളിൽ അവർക്കൊരു സോഫ്റ്റ് അപ്രോച്ചാണ്, ചില വിഷയങ്ങളിൽ അവർക്കൊരു തീവ്രമായിട്ടുള്ള നിലപാടാണ്, ചില വിഷയങ്ങളിൽ അവർ എന്താ പറയുക കാണാത്തത് കാണും. ഇപ്പോൾ CPFCൻ്റെ വിഷയമാണ്, ഇതിൽ ചെയർപേഴ്സൺ ചോദ്യം ചെയ്യേണ്ട വിഷയമാണ്, ചെയർപേഴ്സണാണ് ഇതിന് മറുപടി തരേണ്ടത്. പക്ഷേ അല്ല, ഇതൊരു ഹിന്ദു ടാഗ് കൊടുത്തുകൊണ്ട് ഒരു എക്സ്ട്രീം ഹിന്ദുയിസം ആംഗിൾ ഇതിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ അവരുടെ താല്പര്യം, എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ ഈ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഈ ജാനകി ജാനെ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ ഉണ്ടായിരുന്നു, ജാനകി ജാനെ എന്ന് പറഞ്ഞ, അതിന് ഈ ഒരു ഇഷ്യൂ കണ്ടില്ലല്ലോ. കാരണം ഇദ്ദേഹം തന്നെ ചെയർപേഴ്സണായി ഇരിക്കുന്ന സമയത്താണ് ആ സിനിമയും വന്നത്. അത് സൈജു കുറുപ്പിൻ്റെ സിനിമയാണ്. അപ്പം ജാനകി ഇല്ലാത്ത എന്ത് പ്രശ്നമാണ് ഇവിടെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയ്ക്കുള്ളത് എന്ന് ചെയർപേഴ്സൺ തന്നെ വ്യക്തമാക്കേണ്ട കാര്യമാണ്. മാത്രമല്ല ഇതിൽ വളരെ യാദൃശ്ചികമായ ഒരു കാര്യം പറയട്ടെ. അദ്ദേഹം ഈ സ്ഥാനം ഏറ്റെടുത്ത ദിവസം, അതായത് ആഗസ്റ്റ് 11, 2017 അന്നേ ദിവസം ഇറങ്ങിയൊരു സിനിമയുടെ പേരാണ് ജയ ജാനകി നായക എന്നുള്ളത്. അപ്പം
ഇങ്ങനെയുള്ള ജാനകി എന്ന പേര് വെച്ചുകൊണ്ട് തന്നെ ഒരുപാട് സിനിമകൾ, ജാനകി വെറ്റ്സ് ശ്രീറാം എന്നൊരു സിനിമയുണ്ട്, ആലിയാസ് ജാനകി എന്നൊരു പേരുണ്ട്, ബന്ദിപ്പൂല ജാനകി എന്ന സിനിമയുണ്ട്. ഇതിനൊക്കെ അപ്രൂവൽ കിട്ടാമെങ്കിൽ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയ്ക്ക് എന്തുകൊണ്ട് അപ്രൂവൽ കിട്ടുന്നില്ല എന്ന കാര്യം സെൻസർ ബോർഡ് തന്നെ വ്യക്തമാക്കേണ്ടതാണ്. കാരണം ജാനകി എന്ന പേരാണ് ഇഷ്യൂ എങ്കിൽ അതിൽ ഈ പറഞ്ഞ പോലെ ഹിന്ദു സംഘടനകൾക്ക് പ്രശ്നമുണ്ടാകുമെന്ന് മുൻകൂട്ടി ധരിച്ചുകൊണ്ടാണ് അവർ ഈ ഒരു നിലപാട് സ്വീകരിച്ചതെങ്കിൽ ജാനകി ജാനേ എന്ന സിനിമ ഇറങ്ങുന്ന സമയത്ത് എന്തുകൊണ്ട് ചെയ്തില്ല എന്നതുകൂടി അവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഒരു ആർബിട്രറി ഡിസിഷനാണ്. അതുകൊണ്ട് അതിന്റെ ചെയർപേഴ്സൺ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ പോലും മതം കാണുന്ന സംഘപരിവാറിന്റെ നേതാക്കളടക്കമുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ സെൻസർ ബോർഡിനെ അനുകൂലിച്ചാൽ അത് ഞങ്ങൾക്ക് തന്നെ തിരിച്ചടിയാകുമെന്നൊരു തിരിച്ചറിവ് അവർക്ക് പോലും ഉണ്ടായിട്ടുണ്ട് എന്ന് വേണോ കരുതാൻ. ഇപ്പോൾ മിഥുൻ അല്പം മുമ്പ് പറഞ്ഞതുപോലെ പല വിഷയങ്ങളിലും റൈറ്റ് പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിൽ നിന്ന് സംസാരിക്കുന്ന ആളുകൾ പോലും ഈ വിഷയത്തിൽ പക്ഷേ സെൻസർ ബോർഡിനെതിരാണ്. അതിന് രണ്ട് കാര്യമുണ്ട് അവർ സെൻസർ ബോർഡിന് എതിരെ നിൽക്കാൻ. നേരത്തെ എമ്പുരാൻ്റെ കാര്യത്തിൽ അവർ സെൻസർ ബോർഡിന് അനുകൂലമായിരുന്നു. അല്ലെങ്കിൽ റൈറ്റ് വിങ്ങിൽ നിൽക്കുന്ന ആൾക്കാർ സെൻസർ ബോർഡിന് അല്ലെങ്കിൽ സെൻസർ അനുവാദം നൽകിയതിനെ രൂക്ഷമായി വിമർശിക്കുന്ന സാഹചര്യമാണ്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, ഈ സിനിമയുടെ നായകൻ കേരളത്തിലെ സംഘപരിവാറിൻ്റെ ഒരു ചാമ്പ്യനാണ്, സുരേഷ് ഗോപിയാണ്. അപ്പോൾ അദ്ദേഹത്തെ മുഷിപ്പിക്കേണ്ട എന്നൊരു ധാരണ അവർക്കുണ്ടാകും. രണ്ടാമത്തെ കാര്യം, ഇതിലിപ്പം ഈ സെൻസർ ബോർഡിനെ അനുകൂലിക്കാവുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല. ഒരു നിലക്കും ഏത് മനുഷ്യനും ഏത് കുട്ടിക്ക് പോലും ബോധ്യമാകുന്ന കാര്യമാണ് സെൻസർ ബോർഡ് പറയുന്നതിൽ യാതൊരു സെൻസും ഇല്ല എന്നുള്ളത്. അപ്പം ഇവിടെ സംഘപരിവാർ ഉപയോഗിക്കുന്ന രീതി, സെൻസർ ബോർഡിൻ്റെ ചെയർമാൻ അപ്പോയിൻറ്റ് ചെയ്യുന്നത് സംഘപരിവാറാണ്. ആ സംഘപരിവാർ കേരളത്തിൽ ഇതെങ്ങനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് അവർ പ്രധാനപ്പെട്ട. കേരളത്തിൽ സംഘപരിവാറിന് വലിയ തോതിൽ കടന്നു കയറാൻ കഴിയാത്തൊരു സാമൂഹ്യ അന്തരീക്ഷമുണ്ട്, ഒരു സാംസ്കാരിക പരിസരമുണ്ട്. കേരളത്തിലെ സിനിമാ മേഖലയിൽ അവർക്ക് വലിയ തോതിൽ കടന്നു കയറാൻ ഇപ്പോൾ കഴിയുന്നില്ല. അതിന് കൃത്യമായ രാഷ്ട്രീയം കേരള സമൂഹത്തിലുണ്ട്. കേരളത്തിൻ്റെ എല്ലാ തലത്തിലും സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ കൃത്യമായ നിലപാടെടുക്കുന്ന മനുഷ്യരുണ്ട്. അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ വിവാദമുണ്ടാക്കി ഒരു സംഘപരിവാർ സ്പേസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാതിനൊരു ഗൂഢാലോചന കൂടി നമ്മളിതിൽ കാണേണ്ടതുണ്ട്. പിന്നെ സിനിമ എന്ന നിലയിൽ ഇപ്പം അദ്ദേഹം നേരത്തെ വായിച്ച പേരുകളൊക്കെ ആ സിനിമകളിലൊന്നും ഇതിൽ പ്രധാന കഥാപാത്രം ഒരു വിക്റ്റിമാണ്. ജാനകി എന്ന് പറയുന്ന ആൾ ഞാൻ ഈ സിനിമ ഞാൻ കണ്ടിട്ടില്ല, അത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു അസാൾട്ടിന് വിധേയമാകുന്ന ഒരു പെൺകുട്ടിയുടെ പേരാണ് ജാനകി. അത്തരം ഒരു കഥാപാത്രത്തിന് സീതാദേവിയുടെ പേര് ഇടാൻ പാടില്ല എന്നുള്ള അവരുടെ വാദം. അപ്പം ഒരു വിക്ടിമൈസ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഒരു ഉപദ്രവത്തിന് വിധേയമാകുന്ന അവർ കോടതിയിൽ പോയി ജസ്റ്റിസ് നീതിക്ക് വേണ്ടി പോരാടി ജയം കൊള്ളുന്ന ഒരു സിനിമ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്ക് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകനാണ് ശ്രീ സുരേഷ് ഗോപി. അപ്പോൾ അങ്ങനെയുള്ള ആ കഥാപാത്രം ഒരു വിക്ടിമായപ്പെടുകയോ അല്ലെങ്കിൽ അസാൾട്ട് ചെയ്യപ്പെടുന്ന ഒരു കഥാപാത്രത്തിൻ്റെ പേര് സീതാദേവിയുടെ പേരാവാൻ പാടില്ല, അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കും എന്നാണ് അവർ പറയുന്നത്. ഒരു ന്യായമില്ല എന്ന് നമുക്കറിയാം. പക്ഷേ ഇതെന്താ ഇതിന് വിഷയം? സംഘപരിവാർ ഇതിപ്പോൾ ലോകത്തെ എല്ലാ സ്ഥലത്തും പരിശോധിച്ചാലും സിനിമ എന്ന് പറയുന്നത് വലിയ തോതിൽ ജനങ്ങളെ ആകർഷിക്കുന്നൊരു മീഡിയയാണ്, നമുക്കറിയാം. അതുകൊണ്ടാണല്ലോ ഈ സെൻസർ ബോർഡ് കേരള സ്റ്റോറിക്ക് വരെ അംഗീകാരം കൊടുത്ത സംഗതിയാണ് സെൻസർ ബോർഡ്. അപ്പോൾ അങ്ങനെ നിരവധി സിനിമകൾ, പ്രൊപ്പഗണ്ട സിനിമകളുടെ ഒരു കുത്തൊഴുക്ക് തന്നെ നമ്മുടെ ഇന്ത്യയിൽ അടുത്ത കാലത്തുണ്ടായിട്ടുണ്ട്. നിരവധി സിനിമകൾ, ആ ചരിത്രപരമായി യാതൊരു ബന്ധവുമില്ലാത്ത സിനിമകൾ, പച്ചക്കള്ളം പറഞ്ഞ സിനിമകൾ, എന്നിട്ട് പോലും ഒരു തടസ്സവും ഈ സെൻസർ ബോർഡ് ഉണ്ടാക്കിയിരുന്നില്ല. അതിനർത്ഥം ഈ റൈറ്റ് വിങ്ങിന് താല്പര്യമുള്ള സിനിമകൾക്ക് യാതൊരു മടിയില്ലാതെ സെൻസർ സർട്ടിഫിക്കറ്റ് നൽകുന്ന ബോർഡ് ഒരു കാരണവുമില്ലാതെ കേരളത്തിൽ വിവാദം കത്തിച്ചുണ്ടാക്കാൻ വേണ്ടി മാത്രം നൽകിയതാണ്. ഇപ്പോൾ സിനിമാ പ്രവർത്തകർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഇന്നൊരു പേരിൻ്റെ പേരിൽ ഇവർ ഉടക്കുണ്ടാക്കിയാൽ നാളെ സിനിമ പോലും എടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ സമൂഹം ഒന്നടങ്കം ഇതിനെതിരെ ശക്തമായ നിലപാടെടുക്കേണ്ടതുണ്ട്. നമ്മൾ കേരളത്തിലെ ഈ സിനിമാ പ്രവർത്തകർ ഒന്നിച്ച് ഇന്ന് തിരുവനന്തപുരത്ത് പ്രതിഷേധ സമ്മേളനം നടത്തി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ആ കമ്മ്യൂണിറ്റി മുഴുവൻ, ആ സിനിമ എന്ന് പറയുന്ന അതിൻ്റെ കൂടെ നിൽക്കുന്ന മുഴുവൻ ആൾക്കാർക്കും ഇതൊരു ചാലഞ്ച് തന്നെയാണ്. ഇപ്പോൾ ലിബർട്ടി ബഷീർ സാറിനെ പോലെ എത്രയോ വർഷത്തെ പഴക്കമുള്ള ആൾ, അദ്ദേഹം എനിക്ക് തോന്നുന്നത് ഒരു 19 വർഷമായി സിനിമാ ഫീൽഡുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് എൻ്റെ അനുഭവത്തിൽ ഇന്നേ വരെ പേര് മാറ്റുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് പേര് മാറ്റുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. 2005 ജാനകി എന്ന പേര് മാറ്റണം. സിനിമയുടെ പേര് മാത്രമല്ല, കഥാപാത്രത്തിൻ്റെ പേര് മാറ്റണം. അത് നമ്മൾ പ്രധാനപ്പെട്ടത് സിനിമയുടെ പേര് മാറ്റാനല്ല സെൻസർ ബോർഡ് നിർദ്ദേശിക്കുന്നത്. സിനിമയിലെ മുഖ്യ കഥാപാത്രമായ ജാനകി എന്ന പെൺകുട്ടി അസാൾട്ടിന് വിധേയമാകുകയാണ്. അവർ സർവൈവറാണ്, അവർ പോരാടി ജയിക്കുകയാണ്. അങ്ങനെയുള്ള ഒരാൾ സിനിമക്കാർ പറയുന്ന 90 സ്ഥലത്ത് ജാനകി എന്ന പേരുണ്ട്.
അപ്പോൾ ഈ ജാനകി എന്ന പേര് ഓരോ സ്ഥലത്തും എഡിറ്റ് ചെയ്ത് മാറ്റിയ പ്രായോഗികമല്ല. ആ സിനിമയുടെ എഡിറ്റിങ്ങിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ ബഷീർ സാറ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ 19 വർഷത്തെ സിനിമാ ജീവിതത്തിനിടയിൽ ഒരിക്കൽ പോലും ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നാണ്. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട സംഗതിയാണ്. സെൻസർ ബോർഡ് എങ്ങനെയാണ് സിനിമയെ നിയന്ത്രിക്കാൻ പോകുന്നത്, ഏതൊക്കെ രീതിയിൽ സെൻസർ ബോർഡ് ഹിന്ദുത്വ അജണ്ട അല്ലെങ്കിൽ വലതുപക്ഷ അജണ്ട സിനിമയിൽ കൂടി നടപ്പാക്കാൻ കഴിയുന്നതിന് കൃത്യമായ സൂചനയാണ് തരുന്നത്. മലയാള സിനിമ ലോകത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ സിനിമയാണ്. മലയാള സിനിമ ലോകം നിരവധി, ഇപ്പം അടൂർ സാറിന് മുതൽ അരവിന്ദൻ മുതൽ ഷാജി മുതൽ നിരവധി പ്രമുഖരായ സിനിമക്കാർ നമ്മുടെ മലയാള ഭാഷ സംഭാവന നൽകിയിട്ടുണ്ട്. മോഹൻലാൽ, മമ്മൂട്ടി അടക്കമുള്ള നിരവധി താരങ്ങൾ നമുക്കുണ്ട്. സിനിമയുടെ വേണുവിനെ പോലെ ക്യാമറാമാൻമാരുണ്ട്. അന്തർദേശീയ നിലവാരമുള്ള സിനിമകൾ നിർമ്മിക്കുകയും ഡോക്ടർ ബിജുവിനെ പോലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരൊക്കെ മലയാള സിനിമയ്ക്ക് നൽകുന്ന സംഭാവന ഇന്ത്യൻ സിനിമയ്ക്ക് നൽകുന്ന സംഭാവനയാണ്. അപ്പോൾ അത്തരം ഒരു സിനിമയെ അവരുടെ പ്രചരണത്തിന് വിധേയമാക്കുന്ന രീതിയിൽ ഒരു മൂക്ക് കയറാനുള്ള ശ്രമമായി നമ്മൾ ഇതിനെ കാണണം. അതുകൊണ്ട് തന്നെ അതിശക്തമായി മലയാളി സമൂഹം ഇതിനെ എതിർക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കോടതിയുടെ നിർദ്ദേശം, ഇപ്പോൾ കോടതിയിൽ ഇടപെട്ടത് വളരെ ശ്ലാഘനീയമായതുകൊണ്ട് തന്നെ പിന്നെ ബഷീർ സാഹിബ് ലിബർട്ടി ബഷീർ സാർ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പോലും ഉണ്ടാകാത്ത രീതിയിൽ ഈ സിനിമയെ എന്തുകൊണ്ടാണ് പിടിക്കുന്നതിന് കൃത്യമായ മറുപടി മലയാള സിനിമയെ നശിപ്പിക്കുക എന്നത് തന്നെയാണ്. ശരി, ശ്രീ ലിബർട്ടി ബഷീർ, ഇന്ന് വലിയ പ്രതിഷേധമുണ്ടാകുമ്പോൾ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ ആരും അതിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. എന്ന് മാത്രമല്ല, സ്വാഭാവികമായും ഇങ്ങനൊരു വിഷയത്തിൽ എല്ലാ വിഷയത്തിലും പ്രതികരണം നടത്തുന്ന സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കും. അദ്ദേഹം മിണ്ടിയിട്ടുമില്ല. അതൊക്കെ അവരുടെ താല്പര്യമാണ്. മിണ്ടാനും മിണ്ടാതിരിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇത്രയും ഗുരുതരമായ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു നിലപാടുണ്ടാകുമ്പോൾ ഇങ്ങനെയാണോ ഒരു കേന്ദ്രമന്ത്രി പെരുമാറേണ്ടത്, ഉത്തരവാദിത്തപ്പെട്ടൊരു ചലച്ചിത്ര പ്രവർത്തകൻ പെരുമാറേണ്ടത് എന്നൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ ശ്രീ ലിബർട്ടി ബഷീർ. അവിടെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം മറ്റു ചില നറേറ്റീവ് കാണുന്നത് ഒരുപക്ഷെ ഇതൊരു ഒരു പ്രൊമോഷണൽ പ്രൊപ്പഗൻഡ ആയിരിക്കാം എന്നുള്ളത് കൂടിയാണ്. ശ്രീ ലിബർട്ടി ബഷീർ ശ്രദ്ധിച്ചിരുന്നു അത്? തീർച്ചയായിട്ടും എല്ലാ പടത്തിനും ഈ കാര്യത്തിൽ പ്രൊമോഷന് വേണ്ടി വന്നിട്ടുള്ള ഒരു പ്രൊപ്പഗൻഡ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനത്തെ വിവാദങ്ങൾ ഉണ്ടാകുന്ന പ്രൊപ്പഗൻഡയെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ആൾക്കാർ പറയുന്ന ഒരു വിഭാഗം ആൾക്കാർ ഇപ്പോൾ ഉണ്ട്, അന്നുകൊണ്ട് ഈ എമ്പുരാൻ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ നേരത്തെ പറഞ്ഞ മതി, എമ്പുരാനിന് ഒരു ഒത്തുതീർപ്പ് നടക്കുകയുള്ളൂ. എമ്പുരാനിന്റെ പടം റിലീസിന് പ്രശ്നം ഉണ്ടായ സമയത്ത് തന്നെ അവിടെ വലിയൊരു ഒത്തുതീർപ്പ് നടന്നതാണ്. അത് നിങ്ങളത് അറിയാത്ത കാര്യമാണ്. ഒത്തുതീർപ്പത്തിൽ അതിൽ അഭിനയിക്കുന്ന ആള്, അതിന്റെ പ്രൊഡ്യൂസേഴ്സ് എല്ലാം അവർക്ക് വേണ്ടപ്പെട്ട ആളാണ്. അവർക്ക് ഇറങ്ങിയും പോയി, പ്രതിഷേധത്തിന് ഇറങ്ങിയും പോയി, പിന്നെ എതിർക്കാതിരിക്കാൻ നിവർത്തിയില്ല. അവസാനം ഒത്തുതീർപ്പിൽ എത്തിക്കൊണ്ടുവന്ന ആ പടം വലിയൊരു ഘട്ടത്തിലുണ്ട്. ചെറിയ 1 മിനിറ്റ് 2 മിനിറ്റ് കുറച്ചിട്ട് ആ പടം ഇറങ്ങിയത്. ഈ പടം ഇറങ്ങിയിട്ടില്ല. അതിന്റെ സത്യം എന്താ അറിഞ്ഞിട്ടില്ല. ഒരു കാര്യം അർഷിത മനസ്സിലാക്കേണ്ടത്, ഇതൊന്നും വലിയ കുത്തക മുതലാളിമാർ നയിക്കുന്ന OTT പ്ലാറ്റ്ഫോമിന് ഇതൊന്നും ബാധകമല്ല. അവിടെ സെൻസർ ഇല്ല, എല്ലാ ഇപ്പൊ ചുരുളുന്നുള്ള പടം തിയേറ്റർ ഇറക്കിയിട്ടില്ല, അവിടെ റീച്ച് ചെയ്ത് അതൊന്നും തിയേറ്റർ ഇറക്കാൻ സമ്മതിക്കില്ല അങ്ങോട്ട്. അപ്പൊ OTTക്ക് ഒന്നും ബാധകമല്ല. മലയാള സിനിമ തിയേറ്ററിൽ വരുന്ന എല്ലാ പടങ്ങൾക്കും ഇതെല്ലാം ബാധകമാണെന്ന് പറയുന്നത് അത് അതിശയോക്തിയാണ്. OTTയിൽ വരുന്ന പടം സെൻസർ ചെയ്യണമെന്നുള്ള സംസ്ഥാനത്തൊന്നും ശ്രദ്ധിക്കണമെന്ന്, അത് സെൻസർ ചെയ്ത് ഇറക്കാൻ പാടുന്നില്ല പല പ്രാവശ്യം പല പാർട്ടികളും ആവശ്യപ്പെട്ടിട്ടും ഇന്നുവരെ ആ നിയമം നടപ്പിലാക്കുമെന്ന് പറയുന്നുണ്ട്, പക്ഷെ നടപ്പിലാക്കിയിട്ടില്ല. ഇവിടെ നിങ്ങൾ നേരത്തെ ചോദിച്ച സുരേഷ് ഗോപി എന്ന നടനും അതോടൊപ്പം ഒരു മന്ത്രി കൂടിയാണ്, സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു മന്ത്രി കൂടിയാണ്. അദ്ദേഹത്തിന് ഒരു പരിധിയുണ്ട്, പ്രതികരിക്കേണ്ട ഒരു പരിധി ഉണ്ടാവും. കാരണം അയാള് വിശ്വസിക്കുന്ന, നിങ്ങൾ പറഞ്ഞത് RS-കാരനല്ല, ഒരു BJP-കാരനാണ്. ഒരു ശുദ്ധ BJP-കാരനാണെന്ന് അയാളെ പറ്റി പറയാനും പറ്റില്ല. കാരണം അയാളുടെ സ്വഭാവം പ്രത്യേകം എല്ലാ മതസ്ഥർക്കും വലിയ സംഭാവന ചെയ്യുന്ന വ്യക്തിയാണ്. അറിയാതെ നോക്കിയത് ഇപ്പം ഓരോ കാര്യത്തിനും നിങ്ങൾക്കറിയാം, അയാൾ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനം ഏറ്റവും കൂടുതൽ ചെയ്യുന്ന വ്യക്തി ഇന്ത്യൻ സിനിമയിൽ ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി. അപ്പൊ അയാൾക്ക് പ്രതികരിക്കേണ്ടത് അയാൾ അറിയാതെ എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമെന്ന് നോക്കൂ. അതും നടന്നില്ല. അതൊന്ന് അവസാനം പറഞ്ഞ് നിങ്ങൾ കോടതി പോയിക്കോ, വേറെ രക്ഷയില്ലെന്ന് പറഞ്ഞു. അത് സുരേഷ് ഗോപിന്റെ അവസാനത്തെ വാക്കാണ്. അതിലപ്പുറം സുരേഷ് ഗോപിനെ സംബന്ധിച്ച് ഇന്ന് പ്രതികരിക്കാൻ പറ്റാത്ത അവസരമാണ് അദ്ദേഹം ഉള്ളത്. അയാൾ കേന്ദ്രമന്ത്രി ആയതുകൊണ്ടും MP ആയതുകൊണ്ടും അയാൾക്ക് പ്രതികരിക്കാൻ പറ്റില്ല. അയാൾക്ക് വേണമെങ്കിൽ പ്രൈം മിനിസ്റ്ററോട് വരെ റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി പറയാം, പക്ഷെ ഒന്നും പറഞ്ഞില്ല അങ്ങോട്ട്. ഇത് ഏതോ ഒരു ശക്തി ഇതിനെ പിന്നിൽ പ്രവർത്തിച്ചിട്ട് ഇത് പിന്നെ അതേമാതിരി തന്നെയാണ് എംബ്രാനുണ്ടായത്. ഒരു ശക്തി പ്രവർത്തിച്ച് അത് വ്യാപകമായി, അത് ശരിക്ക് അത് ആ പടം സെൻസർ ചെയ്ത് തന്നെ സ്വാധീനം വെച്ചിട്ട് സെൻസർ ചെയ്തത്. അതിൽ ആദ്യത്തെ ഒരു 10-25 മിനിറ്റ് അന്ന്
ഗുജറാത്ത് നടന്ന ആ സംഭവം അപ്പടിയെ പകർത്തിയിട്ട് സിനിമ അല്ല പറയുന്നത്. ശ്രീ ലിബർട്ടി പിന്നെ ബഷീർ, അതിനകത്ത് എനിക്കിതിൽ മനസ്സിലാകാത്ത സംഗതി, നമുക്ക് ഈ മേഖലയുമായി നേരിട്ട് ബന്ധമൊന്നുമില്ലല്ലോ. ഇപ്പോൾ താങ്കൾ പറയുന്ന ഒരു ശക്തി ഉണ്ടല്ലോ. ഈ രണ്ട് സിനിമ, എമ്പുരാനായാലും ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ആയാലും, ഇതിന്റെ അണിയറ പ്രവർത്തകരും അഭിനയിച്ചിരിക്കുന്നവരും ഒക്കെയും ഈ പറയുന്ന സെൻസർ ബോർഡിനെ ഏതെങ്കിലുമൊക്കെ നിലയിൽ സ്വാധീനിക്കാൻ ശക്തിയുള്ളവരാണ്. അപ്പോൾ ആ നിലയിൽ പ്രാപ്തരായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവർക്ക് പോലും ഇങ്ങനെ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഇതിനൊക്കെ പുറത്തുള്ള ഏതോ ഒരു സംവിധാനം ഇതിനെയൊക്കെ സ്വാധീനിക്കുന്നു എന്ന് വേണം കരുതാൻ. അതെന്താണ് അത്ര വലിയൊരു ശക്തി എന്നുള്ളത്? എന്താണ് ശ്രീ ലിബർട്ടി ബഷീർ? അല്പം മുമ്പ് അങ്ങ് തന്നെ പറഞ്ഞ പോലെ ഈ OTT പ്ലാറ്റ്ഫോമുകളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആണോ? തീർച്ചയായിട്ടും OTT പ്ലാറ്റ്ഫോമുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കില്ല. കാരണം ഈ പടം വളരെ കഷ്ടപ്പെട്ട് ഇറക്കി കഴിഞ്ഞാൽ ആ പടം OTT തിയേറ്ററും കടിച്ചിട്ട് ആ പ്രൊഡ്യൂസർ എത്രയോ കഷ്ടപ്പെട്ടാണ് ആ പടം ഇറക്കാൻ പോകുന്നത്. ഏതൊരു പ്രൊഡ്യൂസർ ഒരു പടം ഇറങ്ങുന്ന സമയത്ത് അതിന്റെ വിഷമം നമ്മൾ ഇത്ര വർഷങ്ങളായിട്ട് അറിയുന്നതാണ്. ആ പടം ഇറങ്ങിക്കഴിഞ്ഞാൽ തിയേറ്ററിൽ നിന്ന് OTT പ്ലാറ്റ്ഫോമും മറ്റേ ഈ ചാനലുകാർ എടുത്തിട്ടുണ്ട്. ഈ എന്തെങ്കിലും മുടക്കുമുതൽ വരണമെങ്കിൽ OTT പ്ലാറ്റ്ഫോം എടുക്കണം. അവർ എതിർക്കില്ല. അവർക്ക് ഇതെല്ലാം ആവശ്യം. അങ്ങനത്തെ പടങ്ങളാണ് OTT കൂടുതൽ പോകാൻ. ഇത് എന്തോ ആരോടുള്ള ഒരു വൈരാഗ്യം തീർക്കാൻ പറ്റും. ഒന്നിക്കും പ്രൊഡ്യൂസറുള്ള വൈരാഗ്യമോ അല്ലെങ്കിൽ അതിന്റെ അഭിനയിച്ച സുരേഷ് ഗോപിയുള്ള വൈരാഗ്യമോ തീർക്കാൻ പറ്റുള്ള ഒരു കാര്യമെന്ന് എനിക്ക് തോന്നുന്നത്. പ്രത്യേകമായിട്ട് ഒരു വലിയ ശക്തിക്കല്ലാണ്ട് ഇത് തടയാൻ പറ്റില്ല. അത് ഉറപ്പാണ്. ഒരു സെൻസർ ഓഫീസറിന്റെ ചെയർമാനെ പിടിച്ചിട്ട് തടയണമെങ്കിൽ അതൊരു ശക്തി തന്നെ ആയിരിക്കണം. ഒരു നിസ്സാരപ്പെട്ട ശക്തി എന്ന് വിചാരിച്ചാൽ നടക്കാത്ത കാര്യമാണ്. സെൻസർ ചെയ്ത പടം, സെൻസർ ചെയ്യാത്ത പടങ്ങൾ ഇതെല്ലാം ഈ സെൻസർ ബോർഡ് തന്നെ തീരുമാനം എടുക്കാം. സെൻസർ 4 മെമ്പർമാരും. ഇപ്പൊ ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം പണ്ടൊക്കെ സാറിന് സിനിമയായിട്ട് ബന്ധപ്പെട്ടതെന്ന് സെൻസർ ബോർഡ് മെമ്പർമാരുണ്ടാകാൻ. ഇന്നതല്ല. ഇന്ന് തിരുവനന്തപുരം ബോർഡിൽ ഒരു 80% BJP അനുഭാവികളുള്ളത്. നമുക്കൊന്നാണ് ഇല്ല. നമ്മളിപ്പോൾ സിനിമയിൽ പ്രൊഡ്യൂസേഴ്സ്, ഡയറക്ടേഴ്സ്, ആർട്ടിസ്റ്റുകളിലാണ് സാധാരണ മെമ്പർമാരായിട്ട് വരികയാണ്. ഇന്നതല്ല. ഇന്നതിൽ 80% ആൾക്കാരും BJP ബന്ധപ്പെട്ട് സിനിമയ്ക്ക് ഒരു വിവരമില്ലാത്ത ആൾക്കാരാണ് അതിനുള്ളിൽ പോയി പടം കാണാൻ പോകുന്നത്. അവര് ഈ പടം കണ്ടാൽ തന്നെയാണ് BJP അനുഭവം ഞാൻ കേട്ടത്. എന്റെ സത്യാവസ്ഥ അറിയില്ല. അപ്പൊ അവരെ കൂടി സംബന്ധിച്ച് എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ അവിടുത്തെ ആ തടസ്സം പറയാം. നേരത്തെ ശുക്ർ വക്കീൽ പറഞ്ഞ മാതിരി ഒരു പേര് അദാനി എന്നുള്ളത് പറയേണ്ട അധികാരം അയാൾക്കുണ്ട്. അത് അനുസരിച്ചേ പറ്റൂ. കാരണം ആ സെൻസർ ബോർഡ് ഓഫീസർക്ക് അദാനി മാറ്റുന്ന മാറ്റി തീരൂ, അല്ലെങ്കിൽ പറഞ്ഞ് ചെയ്തു കൊടുക്കില്ല. അത് അയാളുടെ അധികാരം ബന്ധപ്പെട്ടതാണ്. അത് എന്തൊക്കെ അദാനിന്റെ അദാനിയിലും അദാനിന്ന് തമാശയാക്കുന്ന പറയാനുള്ള അധികാരം അദ്ദേഹത്തിനുണ്ട്. അത് നമ്മുടെ മെമ്പർമാർ ഒരു ഓഫീസർ പറഞ്ഞാൽ അനുസരിക്കണം. ഇവിടെ ഇപ്പൊ എന്തെങ്കിലും ആ പടത്തിൽ പാകപ്പെടുണ്ടെങ്കിൽ തടയാനുള്ള അധികാരം എല്ലാം ആ സെൻസർ ബോർഡിന്റെ തിരുവനന്തപുരത്ത്. അതെല്ലാം കടമ്പ കഴിഞ്ഞിട്ട് പിന്നെ എന്തിനാണ് ഈ പടം ഈ റിവേഴ്സിംഗ് കമ്മിറ്റിക്കും ചെയർമാനത്തിൽ എത്തിയെന്നിട്ട് അതാണ് ചോദ്യം നിൽക്കുന്നത്. ഇതെങ്ങനെ ഈ പടം സെൻസർ ബോർഡ് ചെയർമാനത്തേക്ക് എത്തി? എന്തുകൊണ്ട് ഇത് സെൻസർ ചെയ്ത പടം ഡേറ്റ് ഫിക്സ് ചെയ്തു? സെൻസർ ബോർഡ് തീരുമാനത്തിൽ സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് ഡേറ്റ് ഫിക്സ് ചെയ്യലും പബ്ലിസിറ്റി ചെയ്യണം. അങ്ങനെ ആഡ് വന്ന് പരസ്യം വന്നു കഴിഞ്ഞ് 10 പരസ്യം വന്നു കഴിഞ്ഞ് ആ പടം ബ്ലോക്ക് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ കോടതി വരിക്കണം. അതില്ല. അതിനു മുമ്പ് തന്നെ സെൻസർ ബോർഡ് തടയിട്ട് വെച്ച് കഴിഞ്ഞു. അത് ചോദ്യം ചെയ്യുന്നത് തന്നെയാണ്. അത് കോടതിയിൽ തന്നെ തീരുമാനം ഉണ്ടാവും. ശരി, ഡോക്ടർ എ സമ്പത്ത്, ഒരു ഭയത്തിൻ്റെതായ ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. എമ്പുരാന്റെ കാര്യം പറഞ്ഞു, ലിബർട്ടി ബഷീർ പറഞ്ഞതുപോലെ വളരെ വേഗം അവിടെ ഒരു ഒത്തുതീർപ്പ് ഉണ്ടാകുകയാണ്. ഒരു പ്രതിഷേധത്തിന്റെ സ്വരം ഉയർന്നില്ല. നമ്മൾ പോലും പ്രതീക്ഷിക്കാത്തതിനേക്കാൾ വേഗത്തിൽ വളരെ വേഗം ആ ചിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വെട്ടിമാറ്റപ്പെടുകയാണ്. പിന്നീട് അത് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ശുക്കൂർ വക്കീലിന്റെ സിനിമയുടെ കാര്യം പറഞ്ഞു, അവർ പ്രതിഷേധത്തിനായി പോയില്ല. ഇവിടെ ഇപ്പോൾ നോക്കൂ, വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ പരസ്യമായി രംഗത്ത് വരുന്നില്ല. അപ്പോൾ ഇതൊക്കെയും ഒരു ഭയത്തിന്റെ പൂർണ്ണമായ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുകയും പല ആളുകളെയും മിണ്ടാതിരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ടോ? അത് എത്രമാത്രം ഭൂഷണമാണ്? ഞാൻ ചലച്ചിത്ര രംഗത്തെ സംബന്ധിച്ച് ആഴത്തിൽ പറയുന്നതിനേക്കാളും ഇപ്പോൾ ഞാനും ഇതിൽ അഡ്വക്കേറ്റ് ഷുക്കൂറും ഞങ്ങൾ രണ്ടുപേരും തൊഴിൽ കൊണ്ട് അഭിഭാഷകരാണല്ലോ. ഈ നമ്മുടെ നീതിന്യായ കോടതികളുടെ ഇടനാഴികളിലെ ഒരു കേൾക്കാറുള്ളൊരു തമാശയുണ്ട്. യു ഷോ മീ ദ പേഴ്സൺ, ഐ വിൽ ഷോ യു ദ റൂൾ എന്ന്. നിങ്ങൾ ആളെ കാട്ടിത്തരൂ, ഞാൻ നിങ്ങൾക്ക് നിയമം, ചട്ടം, ആരെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ചട്ടങ്ങളാണ് എന്നുള്ള നിലയിലേക്കാണ്. യു ഷോ മീ ദ പേഴ്സൺ, ഐ വിൽ ഷോ യു ദ റൂൾ എന്നുള്ളൊരു തമാശ, ഒരു ക്രൂരമായ തമാശയാണ്. ഇവിടെ നമ്മുടെ ചലച്ചിത്ര രംഗം എന്നുള്ളത് ഇത് ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ അവരുടെ ഉപജീവന മാർഗമാണ്.
ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഈ ലൈറ്റ് ബോയ്സും അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നവരും പോസ്റ്റർ ഒട്ടിക്കുന്ന ആളുകളും ഇതിൻ്റേതായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തുന്നവരും മുതൽ നമ്മൾ ഈ ഇതിലെ മഹാനടന്മാരും അതുപോലെ ചലച്ചിത്ര താരങ്ങളായിട്ടുള്ള കലാകാരികൾ ഉൾപ്പെടെയുള്ള നിരവധി പേർ, സംവിധായകരും നിർമ്മാതാക്കളും എഴുത്തുകാരും ഗാനരചയിത എല്ലാം അതിൽ വരുന്നുണ്ട്. ക്യാമറ അതിൻ്റെ അസിസ്റ്റൻ്റായി ഒക്കെ വരുന്നവരെല്ലാം അവിടെ പിച്ച വെച്ച് തുടങ്ങുന്നതാണ് ആ ചെറുപ്പക്കാർ പലരുമൊക്കെ. ഈ മലയാള ചലച്ചിത്ര രംഗം വാസ്തവത്തിൽ അത് വളരുന്നതിൽ ഉത്തരേന്ത്യയിലെ ആർക്കെങ്കിലും വല്ലാത്ത കണ്ണുകടി ഉണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് ചലച്ചിത്ര രംഗത്തുള്ളവർ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. ഇതിപ്പോൾ തുടങ്ങിയതാണോ? അല്ലല്ലോ. ഇത് ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയതൊന്നുമല്ല. ഈ മലയാള ചലച്ചിത്ര രംഗത്തിനെ വല്ലാതെ തമസ്കരിക്കാനും ഇതിനെ ഇങ്ങനെ പുറമ്പോക്കിലേക്ക് ചവിട്ടിത്താഴ്ത്താനും അവർക്ക് ലഭിക്കേണ്ടതായ അർഹതയുടെ അംഗീകാരങ്ങൾ നൽകാതെ ഇരുന്നതും ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവരെ ഭയപ്പെടുത്തുക, ഭീഷണിപ്പെടുത്തുക എന്നുള്ള നിലയിലേക്ക് വരുന്നത്. ഈ സെൻസർ ബോർഡിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ ആദ്യം ഈ 1940 ചാർലി ചാപ്ലിൻ സംവിധാനം ചെയ്ത് അദ്ദേഹം തന്നെ പ്രധാനപ്പെട്ട റോളിൽ പ്രത്യക്ഷപ്പെട്ട ദി ഗ്രേറ്റ് ഡിക്റ്റേറ്റർ, സ്വേച്ഛാധിപതിയെക്കുറിച്ച് ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്നൊരു ചിത്രമുണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം. ആ ചിത്രം ഒന്ന് കാണണം. അത് കാണുമ്പോൾ ഈ ഇട്ടിരിക്കുന്നതായിട്ടുള്ള വസ്ത്രങ്ങളെല്ലാം ഉരിഞ്ഞു പോകൽ മാത്രമല്ല, തൊലി ഉരിഞ്ഞു പോകുന്നത് പോലെ അവർക്ക് തോന്നുന്നുവെങ്കിൽ അറിയുക ആ സെൻസർ ബോർഡിലെ മാന്യന്മാർ മനുഷ്യരാണ് എന്ന്. ഒരു ഉളുപ്പും അവർക്ക് തോന്നുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം എന്നുള്ളത് അവർ ഈ ചില ഫ്രാങ്കൻസ്റ്റീനെ യന്ത്രങ്ങളെ നിർമ്മിച്ച് വിട്ടതുപോലെയുള്ള അത്തരത്തിലുള്ള യന്ത്രങ്ങൾ മാത്രമാണ് എന്ന് കരുതുക. ഇവിടെ മറ്റൊരു കാര്യം, ഈ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഓൾ ദ പ്രൈം മിനിസ്റ്റേഴ്സ് മെൻ എന്നൊരു സിനിമ വന്നിരുന്നു. ഓൾ ദ പ്രൈം മിനിസ്റ്റേഴ്സ് മെൻ. ഇവിടെ ഈ പറയുന്നതായിട്ടുള്ള വിവിധ കേന്ദ്രങ്ങളിൽ നിയോഗിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ അവരെല്ലാവരും തന്നെ ചില മിഷൻ, അവരുടേതായിട്ടുള്ള ചില നിയോഗങ്ങൾ അത് ചെയ്യാനാണ്. ഇതിലൊന്നും ഈ കരങ്ങൾ ചെയ്യുന്നതിനൊന്നും തലച്ചോറിന് ഇതൊന്നും അറിയില്ല, ഇതൊന്നും ബന്ധമില്ല എന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ടതായിട്ടില്ല. ഇവിടെ ചില കോംപ്രമൈസുകളെ സംബന്ധിച്ച് ഞാൻ ഡേർട്ടി പിക്ചറിനെ കുറിച്ച് പറയുന്നില്ല, ചലച്ചിത്ര രംഗത്തുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് തന്നെ പലപ്പോഴും മലയാളത്തിൽ ഉൾപ്പെടെ ചില ചിത്രങ്ങളടക്കം വളരെ ആക്ഷേപഹാസ്യമായി വന്നിട്ടുണ്ടല്ലോ. ഡേർട്ടി പിക്ചറിനെ കുറിച്ച് പറഞ്ഞ ചലച്ചിത്ര രംഗത്ത് അത്തരത്തിലുള്ള ചില ഈ അബദ്ധ വാസനകളെക്കുറിച്ച് പറയുമ്പോഴും നമ്മുടെ എഴുത്തുകളിൽ പോലും വാസ്തവത്തിൽ എങ്ങനെയാണ് ഒത്തുതീർപ്പുകൾക്ക് വിധേയമാവേണ്ടി വന്നിട്ടുണ്ട്. അടിയന്തരാവസ്ഥക്കാലത്ത് താൻ അനുഭവിക്കേണ്ടി വന്ന വ്യഥകളെ സംബന്ധിച്ചൊരു നോവലിസ്റ്റ് നെരിപ്പോട് എന്ന അത്തരത്തിലൊരു തലക്കെട്ടിൽ നോവൽ പ്രസിദ്ധീകരിക്കാൻ കൊടുത്തപ്പോൾ പിന്നീട് ആ പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി ഒരു ഒത്തുതീർപ്പ് നടത്തേണ്ടി വന്നു. ആ ഒത്തുതീർപ്പിനെ തുടർന്നാണ് ഉണ്ണികൃഷ്ണൻ പുത്തൂരിൻ്റേതായിട്ടുള്ള ഒരു കൃതിയുടെ പേര് ഇന്ദ്രകൽപ്പന എന്ന് മാറ്റേണ്ടതായി വന്നത്. ഇവിടെ ഞാൻ ഇന്ദ്രകൽപ്പന എന്ന ആ ഒരു വാക്ക് ബോധപൂർവം മനഃപൂർവ്വം ഉപയോഗിച്ചതാണ്. ഇവിടെ ചിലർ തീരുമാനിക്കുകയാണ്. ഇവിടെ ചലച്ചിത്ര രംഗത്തെ മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും പേരുകെട്ട സർക്കസുകളിലൊന്ന് ഇന്ത്യൻ സർക്കസ് ആയിരുന്നു. ഓർമ്മയുണ്ടോ? അസുതയുടെ അടക്കം കുട്ടിക്കാലത്ത് ശ്രീ ലിബർട്ടി ബഷീറെല്ലാം ഓർക്കുന്നുണ്ടാവും. സോവിയറ്റ് യൂണിയൻ നിലനിന്ന കാലത്തും അന്ന് സോവിയറ്റ് യൂണിയൻ്റെയും യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെയും എല്ലാം അവരുടേതായിട്ടുള്ള ഒരുപാട് അവർക്ക് അതിൻ്റേതായ പണമുണ്ട്, അതിൻ്റേതായിട്ടുള്ള സ്വാധീനമുണ്ട്, അതിൻ്റെ സാങ്കേതിക വിദ്യയെല്ലാം ഉണ്ട്. ആ സർക്കസുമായി വാസ്തവത്തിൽ ഒരുപക്ഷെ തുലനം ചെയ്യാൻ കഴിയുമായിരുന്നത് ഇന്ത്യൻ സർക്കസിനാണ്. ആ ഇന്ത്യൻ സർക്കസിൻ്റെ തലതൊട്ടപ്പന്മാരെന്ന് പറയുന്നത് കേരളീയരായിരുന്നു. യശസ്വരീയനായ ജമിനി ശങ്കരേട്ടൻ അടക്കമുള്ള നിരവധി പേർ തലമുറകളായി അത്തരത്തിൽ വളർത്തിക്കൊണ്ടുവന്നതായിട്ടുള്ള സർക്കസ് മലയാളികളുടെ സ്വത്തായിരുന്നു, നമ്മുടെ അഭിമാനമായിരുന്നു. ഉത്തരേന്ത്യയിലെ ചില ആളുകളാണ് ഈ വന്യമൃഗ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങളെല്ലാം കൊണ്ടുവന്ന് ലോകത്തൊരിടത്തുമില്ലാത്തതായിട്ടുള്ള ചില നിയമങ്ങൾ അടിച്ചേൽപ്പിച്ച് ഇവിടെ ഇപ്പോഴും റഷ്യയിൽ, ഇപ്പോഴും ഫ്രാൻസിലും US-ലുമെല്ലാം അങ്ങനെ വന്യമൃഗങ്ങളെ അടക്കം ഉപയോഗിച്ചുകൊണ്ട് സർക്കസ് അത്തരത്തിൽ ഒരു ജനങ്ങളുടേത് അവരുടേതായിട്ടുള്ള അവരവിടെ വരുന്നു, ആസ്വദിക്കുന്നു, അത് കാണുന്നു. ആ മൃഗങ്ങളെ ആരും ഉപദ്രവിച്ചുകൊണ്ടല്ല ഇത് പരിശീലിപ്പിക്കുന്നത്. ഇന്ത്യയിൽ സർക്കസിനെ തകർത്തത് ബോധപൂർവമല്ലേ? അത് മലയാളികളാണ് അത് നടത്തിയിരുന്നത് എന്നുള്ളത് കൊണ്ടാണല്ലോ അത് ചെയ്തത്. ഇവിടെ മലയാള സിനിമയെ വകവരുത്തുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പരിശ്രമം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ എന്നുള്ളത് ചലച്ചിത്ര രംഗത്തുള്ളവർ മാത്രമല്ല ചർച്ച ചെയ്യേണ്ടത്, മാധ്യമങ്ങൾ മാത്രമല്ല, ഞാൻ ഉൾപ്പെടെയുള്ള കേരളീയരെല്ലാവരും, ഞാൻ മലയാളി എന്ന് പറയുന്നില്ല, നമ്മളെല്ലാവരും ചർച്ച ചെയ്യേണ്ടതാണ്. നമ്മുടെ ഈ ചിന്തയെ, നമ്മുടെ ഭാവനയെ, നമ്മുടെ വാക്കുകളെ, നമ്മുടെ വരികളെയെല്ലാം ഇങ്ങനെ കൊന്നു തള്ളുക എന്നുള്ള നിലയിലേക്ക് ഓർമ്മയുണ്ടോ? പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഭഗവാൻ കാലുമാറുന്നു എന്നൊരു നാടകം KPSC അവതരിപ്പിച്ചപ്പോൾ ആ നാടകം അവതരിപ്പിക്കുന്നിടത്ത് അടിച്ചു കലക്കും എന്ന് പറഞ്ഞ ആയുധങ്ങളുമായി വന്ന കുറേ കാക്കി നിക്കറുകാരെ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. അതിന് കാവലി നിൽക്കാനായി, ആ നാടകം നടത്താനായി അവിടെ വാശിയോടുകൂടി നിന്ന പഴയ SFI-കാരിൽ ഒരുത്തനാണ് ഞാനുമെല്ലാം. ഭഗവാനെക്കുറിച്ചായിരുന്നില്ല, ഭഗവാന്റെ സത്യസന്ധതയും ഭഗവാൻ അത്തരത്തിൽ ഭക്തന്മാരോട് കാട്ടുന്നതായിട്ടുള്ള എല്ലാ സ്നേഹവും വാത്സല്യവും അതിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ ഭഗവാന്റെ പേരിൽ നടത്തുന്ന കള്ളത്തരത്തെയാണ് പൊളിച്ചു
കാണിച്ചത്. ഭഗവാൻ കാലുമാറുന്നു എന്ന നാടകം, ആ നാടകം അവതരിപ്പിക്കാൻ പോലും ഒരു കാലത്ത് സമ്മതിക്കാതിരുന്ന ആളുകൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കടന്നു വന്നപ്പോൾ ഇപ്പോൾ ചില ആളുകൾ പറയും ഈ ഹിന്ദു എന്ന ആ ഒരു മതത്തിൽ വിശ്വസിക്കുന്നു, അല്ല ഹിന്ദു റിലിജൻ ചോദിച്ചാൽ ഹിന്ദു എന്ന് എഴുതുകയാണ്, ഞാൻ എഴുതുന്നു, എൻ്റെ കുട്ടി എഴുതുന്നു എങ്കിൽ അതിൻ്റെ എല്ലാം കൊട്ടേഷൻ കൊടുത്തിരിക്കുന്ന എൻബ്ലോക്കായിട്ട് ഏതെങ്കിലും സംഘപരിവാറിൻ്റെ സംഘടനകളെയാണോ? അല്ലല്ലോ. ഏതെങ്കിലും ഒരു പ്രത്യേക സാമുദായിക സംഘടനയാണോ? അല്ലല്ലോ. ഒരു മതത്തിലും അങ്ങനെ ആർക്കും ഈ വിധത്തിലുള്ള എല്ലാ അവകാശവും പതിച്ചു നൽകിയിട്ടില്ല. ചില ആളുകൾ ഇങ്ങനെ വരികയാണ്, നിങ്ങൾ ഇന്ന ജാതിയിലാണ്, ഇന്ന മതത്തിലാണ്, അതുകൊണ്ട് ഇതെല്ലാം ഞങ്ങളാണ് തീരുമാനിക്കാനായിട്ട്. ഇവരാരാ തീരുമാനിക്കാൻ? അവരൊന്നുമല്ല തീരുമാനിക്കേണ്ടത് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച്. രാഷ്ട്രീയമായ ദുഷ്ടലാക്കോടുകൂടി ഇത്തരത്തിലുള്ള ചില ബോധപൂർവമായ ചില സ്വത്വരാഷ്ട്രീയത്തിനും ആ വർഗീയ രാഷ്ട്രീയത്തെ സ്വത്വരാഷ്ട്രീയവുമായി ചാലിച്ചുകൊണ്ട് അധികാരം നേടാനും നിലനിർത്താനും മറ്റുള്ളവരുടെ വായടപ്പിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പരിശ്രമമാണ്. അടിയന്തരാവസ്ഥയുടെ 50ാമത് വാർഷികം ആചരിക്കുക, ഇത്തരത്തിൽ ആഘോഷിക്കരുത് സെൻസർ ബോർഡ്. മിഥുൻ, ഇവിടെ ഇപ്പോൾ നമ്മൾ വാസ്തവത്തിൽ ഇത് ചോദിക്കേണ്ട BJPയുടെ പ്രതിനിധികൾ, RSSന്റെ പ്രതിനിധികൾ, അവരൊക്കെയും ഇത്തരം ചർച്ചകളിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. ഇവിടെ ഇപ്പോൾ മിഥുൻ ആവർത്തിച്ചു പറയുന്നു സെൻസർ ബോർഡിലെ ഒരു ഉദ്യോഗസ്ഥന്റെ മാത്രം തീരുമാനമാണ് ഇത് എന്ന്. അങ്ങനെയാണെങ്കിൽ സെൻസർ ബോർഡിനെ ആരാണ് നിയന്ത്രിക്കേണ്ടത്, ആരാണ് നിയന്ത്രിക്കുന്നത് എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുകയല്ലേ മിഥുൻ? തീർച്ചയായും ഞാൻ സെൻസർ ബോർഡിൻ്റെ ചെയർമാനെ പറ്റി പറയുമ്പോൾ അവിടെ എൻ്റെ വിമർശനം സർക്കാരിനെതിരെ തന്നെയാണ്. കാരണം സെൻസർ ബോർഡിൻ്റെ ചെയർമാൻ റെപ്രസെൻറ്റ് ചെയ്യുന്ന അൾട്ടിമേറ്റ്ലി ഗവൺമെൻറ്റിനെ തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനത്തെ തീരുമാനത്തിലേക്ക് പോയി എന്നത് സെൻസർ ബോർഡ് വ്യക്തമാക്കണം, സെൻസർ ബോർഡിൻ്റെ ചെയർപേഴ്സൺ വ്യക്തമാക്കണം. അത് കോടതി പോലും അതല്ലേ ആവശ്യപ്പെട്ടത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മളൊരു പക്ഷേ രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് ചിന്തിച്ചുകൊണ്ട് വേണം ഒരു നിലപാട് സ്വീകരിക്കുക. ഇവിടെ അടിയന്തരാവസ്ഥ കാലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, അതിപ്പോൾ അടിയന്തരാവസ്ഥ കാലത്തുള്ള ഈ പറഞ്ഞ പോലെ ക്രിയേറ്റീവ് ഫ്രീഡം അടിച്ചമർത്തുന്ന കാര്യങ്ങളാണെങ്കിലോ അല്ലെങ്കിൽ നെഹ്റുവിൻ്റെ കാലത്ത് മജ്നു സുൽത്താൻപുരിയെ പോലെയുള്ള കവികളെയൊക്കെ പിടിച്ച് ജയിലിൽ അടച്ചതാണെങ്കിലോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ പിണറായി വിജയൻ്റെ കാലത്ത് 118A ആക്ട് കൊണ്ടുവന്ന് കേരള പോലീസ് ആക്ട് അമെൻഡ് ചെയ്തുകൊണ്ട് 118A ഓർഡിനൻസ് കൊണ്ടുവരാൻ നോക്കിയ മാധ്യമ സ്വാതന്ത്ര്യം പൂർണ്ണമായിട്ടും അടിച്ചമർത്താൻ നോക്കിയ ശ്രമങ്ങളാണെങ്കിൽ പോലും അതിനൊക്കെ തന്നെ നമ്മൾ ഒരേ സ്വരത്തിൽ വിമർശിക്കുന്നവരാണ്, വിമർശിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇവിടെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയുടെ വിഷയമോ അല്ല ഇത്. ഇവിടെ ഒരു ആർബിട്രറി ഡിസിഷൻ എടുത്തു. സെൻസർ ബോർഡ് ഒരു ആർബിട്രറി ഡിസിഷൻ എടുക്കാൻ പാടില്ല എന്നത് മാത്രമാണ് ഇവിടുത്തെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ. പിന്നെ ഇവിടെ ഉയർന്നു വന്നൊരു കാര്യം, ജാനകി എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു വിക്ടിമാണെന്നാണ്. അതുകൊണ്ടാണ് ഇവിടെ ഈ സംഘപരിവാറിലെ അല്ലെങ്കിൽ ഒരു ഹിന്ദു ഐഡിയോളജിക്കൽ പൊസിഷൻ എടുക്കുന്ന ചില ആളുകൾക്ക് പ്രശ്നം. ആരാണത് പറഞ്ഞത്? ഏതെങ്കിലും ഹിന്ദു സംഘടന പറഞ്ഞോ അല്ലെങ്കിൽ ഹിന്ദു എന്താ പറയുക ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ളയോ അങ്ങനെ ആരെങ്കിലും പറഞ്ഞോ? ഹിന്ദുക്കൾക്ക് പൊതുവേ അങ്ങനെ റെപ്രസെൻറ്റേറ്റീവ്സ് ഒന്നും ഇല്ല. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും ഭാഗത്തു നിന്നൊരു മതനേതാവെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുക ഇങ്ങനെ ഒരു സ്വരം കേട്ടിട്ടുണ്ട്, അതിനെ നമുക്ക് എതിർക്കാമെന്ന്. അങ്ങനെയൊന്നും കേട്ടിട്ടില്ല. ഇവിടെ സെൻസർ ബോർഡ് ഒരു തീരുമാനം എടുത്തു. ഇനി അങ്ങനെയാണെന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ജാനകി ഡോട്ടർ ഓഫ് എർത്ത് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, പ്രകാശ് ബാരഡാണ്, ഇവരൊക്കെ തന്നെ സഹപ്രവർത്തകനാണ്. അദ്ദേഹത്തിന്റെ 2018 സിനിമയാണ്. ഇതേ പ്രസൂൺ ജോഷി ചെയർപേഴ്സൺ ആയിരിക്കുന്നു. അല്ല അവിടെ അതാണ് പ്രശ്നം. കാരണം ഞാൻ അതാണ് ഉദാഹരണമായി ചോദിക്കുന്നത്. ജാനകി ഡോട്ടർ ഓഫ് എർത്ത് എന്ന് പറഞ്ഞ സിനിമയിൽ ജാനകി വിക്ടിമാണ്. ആ ജാനകി ഒരു ഓർഫനാണ്. ആ ജാനകി ഇതുപോലെ ഒരുപാട് ഹ്യൂമിലിയേഷൻ അനുഭവിക്കപ്പെടുന്നുണ്ട്. അപ്പം ജാനകി ഹ്യൂമിലേറ്റ് ചെയ്യപ്പെടുന്ന, ജാനകി വിക്ടിമാവുന്ന സിനിമകളിലൊക്കെ തന്നെ ഹിന്ദുക്കൾക്ക് അങ്ങനെ ഒരു സെൻറ്റിമെൻറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഹിന്ദു സെൻറ്റിമെൻറ്റ് ഹേർട്ട് ചെയ്യപ്പെടുമെന്ന് 2018 പ്രസൂൺ ജോഷിക്ക് തോന്നിയില്ല, ഇപ്പോൾ തോന്നുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് പ്രസൂൺ ജോഷിയല്ലേ വ്യക്തമാക്കേണ്ടത്, അല്ലെ സെൻസർ ബോർഡിലെ ആരാണോ ഡിസിഷൻ മേക്കർ അവരല്ലേ വ്യക്തമാക്കേണ്ടത്. കാരണം 2018 അവർക്ക് തോന്നിയിട്ടില്ല. ഇതേ ജാനകി എന്ന പേര് ഉപയോഗിച്ചുകൊണ്ട് ജാനകി ദ ഡോട്ടർ ഓഫ് എർത്ത് എന്ന് പറഞ്ഞ സിനിമയിൽ ജാനകി വിക്ടിമാണ്. അപ്പോൾ അന്ന് തോന്നാത്ത എന്താണാവോ ഇവരൊരു പ്രഡിക്റ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു മുൻകൂട്ടി കണ്ട് ഇതാ ഹിന്ദു സെന്റിമെന്റ് ഹേർട്ടാവാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു തീരുമാനം എടുക്കുമ്പം അതൊരു ആർബിട്രറി ഡിസിഷൻ ആണെന്ന് ഞാൻ പറയുള്ളൂ. അതിന്റെ എന്താ പറയുക കാരണങ്ങൾ അവർ ബോധ്യപ്പെടുത്തണം. അതൊരു സ്റ്റാറ്റ്യൂട്ടറി ഡിസിഷൻ അല്ല. അപ്പോൾ അങ്ങനെയുള്ള എന്താ പറയുക ചില വിഷയങ്ങളിൽ നമ്മൾ കുറച്ചുകൂടെ പൊളിറ്റിക്സിന് അപ്പുറത്തേക്ക് ചിന്തിക്കണം. കാരണം ഇവിടെ ശ്രീ സി ഷുക്കൂർ, മുൻപ് ഓർമ്മയുണ്ടാകുമല്ലോ, സിംഹത്തിന് സീതയെന്നും അക്ബർ എന്നും പേരിട്ടപ്പോൾ അങ്ങനെ ഇണകളായ സിംഹത്തിന് സീതയെന്നും അക്ബർ എന്നും പേരിടാൻ പാടില്ല എന്ന് പറഞ്ഞുണ്ടായ വിവാദം ഞാൻ സാന്ദർഭികമായി അത് ഓർക്കുകയാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ വിഷയത്തിൽ ഞാൻ ആവർത്തിച്ച് സൂചിപ്പിക്കുന്നത് പോലെ സെൻസർ ബോർഡിനെ അനുകൂലിച്ച് ആരും രംഗത്ത് വരുന്നില്ല എന്ന പശ്ചാത്തലത്തിൽ നമ്മളൊക്കെ ഇപ്പോൾ ഏതോ കാണാൻ കഴിയാത്ത മുഖമില്ലാത്ത ഒരു ബോഡിക്കെതിരെ രാജ്യം ഒരുമിച്ച് നിന്ന് പോരാടുന്നു എന്നുള്ളതാണോ അവസാനം നമ്മൾ പറഞ്ഞു വെക്കേണ്ട നെറേറ്റീവ്? അതായത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ഒപ്പമാണ് സംഘപരിവാറും, അങ്ങനെയാണോ? ഒരിക്കലും അല്ല, നമ്മളങ്ങനെ വിചാരിക്കാനേ വേണ്ട. ഇത് സംഘപരിവാറിൻ്റെ ടൂളാണ് ചെയർമാൻ. എന്ത് സംശയം എന്താ?
സംഘപരിവാറിൻ്റെ പൊളിറ്റിക്കൽ ഡിസിഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഇൻഫർമേഷൻ മിനിസ്ട്രിയുടെ ഭാഗമാണല്ലോ സെൻസർ ബോർഡ് എന്ന് പറയുന്നത്. സെൻസർ ബോർഡിലേക്ക് ചെയർമാൻ അപ്പോയിൻറ്റ് ചെയ്യുന്നത് സംഘപരിവാറാണ്. സംഘപരിവാറിൻ്റെ ഏജൻറ്റുമാരാണ് സെൻസർ ബോർഡ് അംഗങ്ങൾ. ഇപ്പോൾ നേരത്തെ ലിബർട്ടി ബഷീർ സൂചിപ്പിച്ചു, തിരുവനന്തപുരത്തെ സെൻസർ ബോർഡിൽ ഇരിക്കുന്ന മഹാഭൂരിപക്ഷവും സിനിമയുമായി ബന്ധപ്പെട്ട ആൾക്കാരല്ല, മറിച്ച് സംഘപരിവാർ നോമിനികളാണ്. അവരാണ് ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനപ്പുറത്ത് നമ്മളൊരു കാഴ്ചപ്പാട് പറയേണ്ടതില്ല. സംഘപരിവാറിൻ്റെ ടൂൾ എന്ന നിലയിൽ തന്നെയാണ് സെൻസർ ബോർഡ് പ്രവർത്തിക്കുന്നത്. അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ പേര് മാറ്റവും അവർ നിർദ്ദേശിച്ചിട്ടുണ്ടാകുക. സെൻസർ ബോർഡ് ചെയർമാന് ഒരു നമ്മൾ കാസർഗോഡൊക്കെ പറയുമ്പോൾ നിട്ടപ്രാണ തോന്നിയൊരു തോന്നലല്ല അത്. അദ്ദേഹം ബോധപൂർവം കൃത്യമായ നിർദ്ദേശം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതൊരു ഗൗരവമായ രീതിയിൽ ഭാവിയിൽ ആരും ഇത്തരം പേരിടേണ്ടതില്ല എന്ന് ഒരു സൂചന നൽകാൻ വേണ്ടി ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ശക്തമായി സിനിമാ പ്രവർത്തകർ, സാമൂഹ്യ ബോധമുള്ള മുഴുവൻ ആൾക്കാർ ഇതിനെ എതിർക്കേണ്ടത്. നേരത്തെ എൻ്റെ മുമ്പ് സംസാരിച്ച ആൾ പറഞ്ഞ പല കാര്യങ്ങളും വസ്തുതക്കും നിരക്കാത്തതാണ്. ഇപ്പം 118A എന്ന് പറയുന്ന KP ആക്ടിലെ സെക്ഷൻ അമെൻഡ് ചെയ്യാനുള്ള കാരണം പത്രങ്ങളും മൂടിക്കെട്ടാനൊന്നുമല്ല. സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് വലിയ തോതിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ അക്രമം വരുന്ന സമയത്ത് കൃത്യമായൊരു നിയമം നിലവിലില്ല. സോഷ്യൽ മീഡിയയിൽ സൈബർ സ്പേസിൽ എന്തുകൊണ്ട് പിന്നെ പിൻവലിച്ചു? അല്ല, ഞാൻ പറയട്ടെ, നിങ്ങൾ പറയുന്നല്ലോ എന്തുകൊണ്ട് അതുമായി മുന്നോട്ട് പോയില്ല? ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ, നമ്മളിപ്പോൾ എല്ലാവരും എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്. സോഷ്യൽ മീഡിയയിൽ അന്ന് കേരള സമൂഹം ഒന്നടക്കം ന്യായീകരിക്കണം. ഞാൻ പറയട്ടെ, നിങ്ങൾ എന്നെ മിഥുനെ, നിങ്ങൾ ഉപയോഗിച്ച വാക്കുകൾ തെറ്റാണ്. പത്രങ്ങളെ നിയന്ത്രിക്കാനല്ല ആ വകുപ്പ് കൊണ്ടുവന്നത്. ആ വകുപ്പ് പത്രമാരുടെ നിയമേ ആയിരുന്നില്ല. ഒരു തർക്കം കാര്യത്തിൽ അത് സ്വാതന്ത്ര്യമില്ലാതാക്കാനുള്ള ഞാൻ പറയട്ടെ അല്ലെന്ന്. നിങ്ങൾ മാധ്യമ സ്വാതന്ത്ര്യം ഇല്ലാക്കാനല്ല, അത് കൊണ്ടുവരാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് തോന്നുന്നത് നമ്മുടെ ഞാനത് പറയാൻ വിട്ടു സഹോദര. ഭാഗ്യലക്ഷ്മിയുടെ ഇഷ്യൂമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ രീതിയിൽ സ്ത്രീകളെയും കുട്ടികളെയും ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നിരവധി സ്ത്രീകൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അതിന് കൃത്യമായ നിയമം ഇല്ലാത്തൊരു സാഹചര്യം നിലവിലുണ്ട്. അതിന് പരിഹരിക്കാൻ വഴിയെന്ന നിലയിൽ ആലോചന നടന്നു മാത്രമാണ്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല, ഓർഡിനൻസ് വന്നിട്ടില്ല. അതൊരു ആലോചന നടന്ന സമയത്ത് തന്നെ വലിയ തോതിൽ വിമർശനം വന്നു. ആ വിമർശനത്തെ ഗവൺമെൻറ് പോസിറ്റീവായി എടുത്തു. ഇപ്പോഴും എൻ്റെ പക്ഷം സോഷ്യൽ മീഡിയയിൽ തോന്നിയാസം എഴുതുന്നവരെ, സ്ത്രീകളെ അപമാനിക്കുന്നവരെ, മനുഷ്യനെ അപകീർത്തിപ്പെടുന്നവരെ നിയന്ത്രിക്കാൻ നിയമനിർമ്മാണം വേണമെന്ന് തന്നെയാണ്. അഭിഭാഷകൻ എന്നതിൽ ബഹുമാനപ്പെട്ട സമ്പത്ത് അവർക്കും ഇതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴും നിരവധി സ്ത്രീകൾ ഇതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നുണ്ട്, പെൺകുട്ടികൾ നാടുവിട്ട് ആത്മഹത്യ കേട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യം ഗവൺമെൻറ് പരിധിക്ക് വെക്കുന്ന ഒരു രീതി ശരിയല്ല. ശരി. ശ്രീ സമ്പത്ത് കൈയുയർത്തിയത് ഞാൻ കണ്ടു, പക്ഷേ സമയമില്ല, ദയവായി ക്ഷമിക്കുക. ഞാൻ അവസാനിപ്പിക്കുന്നു. എന്തായാലും വളരെ നന്ദി ചർച്ചയിൽ പങ്കുചേർന്ന എല്ലാവർക്കും. അടുത്ത ദിവസങ്ങളിൽ വീണ്ടും ഇതേ വിഷയം കോടതിയുടെ പരിഗണനയിൽ വരുന്നു. നമ്മളിതാ പരമോന്നത നീതിപീഠ സംവിധാനങ്ങളിൽ വിശ്വാസം അർപ്പിക്കുകയാണ്. ന്യൂസ് ആൻഡ് വ്യൂസ് പൂർണ്ണമാകുകയാണ്.